जय जय विठ्ठल जय जय विठ्ठल जय जय विठ्ठल जय जय विठ्ठल गोविंद नाम संकीर्तनम बोल वृंदावन विहार लाल की जय. ഗർഗാചാര്യൻ അമ്പാടിയിൽ വന്ന് ഉണ്ണികൾക്ക് പേരിട്ട സമയത്ത് കൃഷ്ണൻ എന്ന് പേരിട്ടു. പിന്നീട് പറഞ്ഞു, ഈ ഉണ്ണിക്ക് ധാരാളം നാമങ്ങളുണ്ട്, ആ നാമങ്ങൾ ക്രമത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ കൃഷ്ണൻ എന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹം പിന്നീട് ദാമോദരൻ എന്ന് അറിയപ്പെടാൻ തുടങ്ങി. എന്നാണ് ദാമോദരൻ എന്നറിയപ്പെടാൻ തുടങ്ങിയത് എന്നാണെങ്കിൽ യശോദാമ്മ കുരലോട് ചേർത്ത് പിടിച്ച് കെട്ടിയ അന്ന് മുതലാണ് ദാമോദരൻ എന്നറിയപ്പെടാനായിട്ട് തുടങ്ങിയത്. എന്നാണ് യശോദ കുരലോട് ചേർത്ത് കെട്ടിയത് എന്നാണെങ്കിൽ ഒരിക്കൽ യശോദ തൈര് കളയുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ ഉണർന്നു വന്നു എന്നാണ്. അങ്ങനെ ഉണർന്നു വന്ന സമയത്ത് ഉണ്ണിക്ക് സ്തന്യപാനം ചെയ്യിക്കാൻ തുടങ്ങിയെങ്കിലും അടുപ്പത്ത് പാല് കാച്ചാൻ വച്ചിരിക്കുന്നു, അത് തളച്ചു പോവും എന്ന് തോന്നിയപ്പോൾ ഉണ്ണിയെ ഇറക്കി വെച്ച് പാൽക്കലം വാങ്ങാനായിട്ട് യശോദ അവിടുന്ന് ഇറങ്ങിപ്പോയി. ഇവിടെ ഉണ്ണിക്കാണെങ്കിൽ പാല് കുടിച്ച് മതിയായിട്ടില്ല. അപ്പൊ അമ്മയ്ക്ക് എന്നോടേക്കാളും സ്നേഹം അവിടെയുള്ള പാൽക്കലത്തിനോടാണല്ലേ എന്ന് അത് ഞാൻ ഇല്ലാതെയാക്കാം എന്ന ഭാവത്തിൽ ഭഗവാൻ ഒരു കല്ലെടുത്തു കൊണ്ടുവന്ന് ആ പാൽക്കലം, ഈ തൈരിന്റെ കലം, തൈര് കടയുമ്പോഴാണ് ഉണ്ണി ഉണർന്നു വന്നതേ, ആ തൈരിന്റെ കലം തല്ലി ഇങ്ങോട്ട് പൊട്ടിച്ചു, കിട്ടിയ വെണ്ണയുമായിട്ട് ഓടിപ്പോയി. ഇങ്ങനെ കുറുമ്പ് കാണിച്ച ഉണ്ണിയെയാണ് യശോദ കെട്ടിയിടാനായിട്ട് തീരുമാനിച്ചത്. യശോദ ആദ്യം ഉണ്ണിയുടെ അടുത്ത് വന്നു ചീത്ത പറയാൻ തുടങ്ങി. ചീത്ത പറയാന്ന് വെച്ചാൽ ഉണ്ണിയെ ഒന്ന് പേടിപ്പിക്കാൻ നിരീക്ഷിച്ചു. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ യശോദയ്ക്ക് വലുപ്പമുണ്ട്, ഇതിന് അത്രയൊന്നും പ്രായമായിട്ടില്ലല്ലോ, 4-5 വയസ്സ് കഷ്ടിയായിട്ടുള്ളൂ. അപ്പൊ കുമ്പിട്ട് നിന്നിട്ട് വേണം ചോദിക്കാൻ. കുമ്പിട്ട് നിന്നിട്ട് ചോദിച്ചിട്ടും കാര്യമില്ല, ആളെ തല താഴ്ത്തിക്കുക. അപ്പൊ മുഖത്തോട് മുഖം നിന്നത് ചോദിക്കണ്ടേ, ലേശമൊക്കെ പ്രായമായതുകൊണ്ട് കുമ്പിട്ട് നിൽക്കാനും വയ്യ. യശോദ എന്ത് ചെയ്തു, മുട്ടുകുത്തി അങ്ങോട്ട് ഇരുന്നു. ആ ഉണ്ണിയുടെ 2 കൈയും കൊണ്ട് കൂട്ടിപ്പിടിച്ചു. ആരാ തൈരിന്റെ കലം തല്ലി പൊട്ടിച്ചത് എന്നാണ് ചോദ്യം. ഭഗവാൻ പറഞ്ഞു, മേ നഹി കിയ, മേ നഹി കിയ, ഞാൻ ചെയ്തില്ല എന്നാണ്. ഭഗവാൻ നുണയാണോ പറയുന്നത്? നുണയല്ല പറഞ്ഞത്, സത്യമാണ്. മേനേഹി കിയ, അമ്മേ എന്നെ തല്ലല്ലേ, മേനേഹി കിയ, ഞാൻ തന്നെയാ ചെയ്തതാണ്. പക്ഷെ യശോദ വിചാരിച്ചു ഞാനല്ല എന്ന് വിചാരിച്ചു. എന്തായാലും കുറുമ്പ് കാണിച്ചാൽ അത്ര നല്ലതൊന്നുമല്ലല്ലോ. ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി കെട്ടിയിടാൻ തീരുമാനിച്ചു. ചെറിയൊരു പട്ടിന്റെ കഷ്ണം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പിടിച്ച് കെട്ടാൻ നോക്കുമ്പോൾ എന്താ വെച്ചാൽ 2 പേരിൽ കുറവാണ്. അപ്പോഴാണ് അടുത്ത ഒരു കയറെടുത്ത് കൊണ്ടുവന്നു. ഈ പട്ടിനേക്കാളും വലിയ കയറാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് നോക്കുമ്പോഴെന്താ വെച്ചാൽ ഈ വലിയതായ കയറിന് വലിപ്പം കൂടിയിട്ട് കാര്യമില്ല, ഇപ്പോഴും കെട്ടിയിടാൻ അത്രയില്ല, 2 പേരിൽ നീളം കുറവാണ്. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ട് വേറെ വലിയൊരു കയറെടുത്ത് കൊണ്ടുവന്നു. ഈ വലിയ കയറെടുത്ത് കൊണ്ടുവന്നിട്ട് കെട്ടിയിടാൻ നോക്കുമ്പോഴും ദ്യങ്കുലോലം, 2 പേരിൽ കുറവ്. അപ്പൊ അത് വേണ്ടാന്ന് വെച്ചിട്ട് അടുത്ത കയറെടുത്ത് കൊണ്ടുവന്നു, അപ്പോഴും 2 പേരിൽ കുറവ്. എന്തിനു പറയുന്നു, എല്ലാ കയറും കൂടി ഒരുമിച്ച് കൂട്ടിക്കെട്ടിയിട്ടും ദ്യങ്കുലോനം, പിടിച്ച് കെട്ടിയിടാനായിട്ട് സാധിച്ചില്ല യശോദയ്ക്ക്. അത്രയ്ക്ക് ആയപ്പോഴാണ് മറ്റു ഗോപികമാരെ യശോദയെ കളിയാക്കാൻ തുടങ്ങി. അപ്പൊ യശോദയ്ക്ക് മനസ്സിലായി താൻ വിചാരിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, പക്ഷെ ഇവനെ പിടിച്ച് കെട്ടിയിട്ടേ അടങ്ങൂ എന്നൊരു മോഹം ഉണ്ടായിരുന്നു. ഭഗവാനോട് പ്രാർത്ഥിച്ചു എന്നാണ്, ഭഗവാനെ ഇതിനെ പിടിച്ച് കെട്ടിയിടാനുള്ള ശക്തി എനിക്കില്ല, അങ്ങ് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോഴാണ് സ്വമാതുഹു സിന്നഗാത്രായ വിസ്ത്രസ്ത കബരസ്രജഹ, അമ്മ വളരെയധികം ക്ഷീണിച്ചു, വയർത്തു, വസ്ത്രം കഴിഞ്ഞു പോയി തുടങ്ങി, അത്രയധികം പ്രയാസപ്പെടുന്നുണ്ട് ഈ ഉണ്ണിയെ പിടിച്ചു കെട്ടാനേ. യശോദയ്ക്കാണെന്ന് സാധിക്കണമില്ല, എന്നാൽ മറ്റുള്ളവർ കളിയാക്കണമുണ്ട്, അതിൻ്റെതായിട്ടുള്ള വിഷമമുണ്ട്. ഇങ്ങനെ കണ്ട സമയത്ത് തന്നെ പിടിച്ചു കെട്ടിയിടണം എന്ന് അമ്മയ്ക്ക് അത്രയധികം ആഗ്രഹമുണ്ട് എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ എന്ത് ചെയ്തു, കൃപയാസിയിൽ സ്വബന്ധനെ നിന്നുകൊടുത്തു, എന്നെ കെട്ടിയിട്ടോളൂ എന്ന ഭാവത്തിൽ. അപ്പോഴെന്താ അവസാനം എന്ത് ചെയ്തു, ആദ്യം കൊണ്ടുവന്ന പട്ടന്റെ കഷ്ണം ഇവിടെ കിടക്കേണ്ട ഒരു കയറിന്റെ കഷ്ണം, അതുകൊണ്ട് ഒന്നും കൂടി നോക്കി അതേ കയറ് കൊണ്ട് കെട്ടിയിടാൻ പറ്റിയെന്നാണ്. ഇതിലും വലിയ കയറ് കൊണ്ടുവന്നിട്ട് 2 പേരിൽ കുറവായിരുന്നു. ഇപ്പോഴെങ്ങനെയാ ആദ്യം എടുത്ത ആ ചെറിയ കയറ് കൊണ്ട് കെട്ടിയിടാൻ പറ്റിയത് എന്നാണെങ്കിൽ ആ 2 പേരിലിന്റെ നീളക്കുറവ് ഭഗവാൻ പരിഹരിച്ചു. നമുക്ക് അങ്ങനെയാണ്, നമ്മുടെ ഹൃദയമാകുന്ന ഉരലോട് ചേർത്ത് ആ ഭഗവാനെ പിടിച്ച് കെട്ടിയിടാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷെ പലപ്പോഴും നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും
നമുക്കത് കെട്ടിയിടാൻ സാധിച്ചിട്ടില്ല. എന്താണ് ആ 2 വിരലിന്റെ കുറവ് നമുക്കും അനുഭവിക്കേണ്ടി വരണു? ഏതാണ് എന്നാണെങ്കിൽ ഞാൻ എന്നും എൻ്റേത് എന്നുള്ള ഭാവം. ഞാൻ എൻ്റേത്, ഈ 2 ഭാവങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഭഗവാനെ നമുക്ക് ഒപ്പം നിർത്താൻ പറ്റാത്തത്. ഒപ്പം നിന്ന് തരാൻ അദ്ദേഹം തയ്യാറാണ്, പക്ഷെ ഞാൻ എൻ്റെ എന്നുള്ള തോന്നൽ നമ്മളെ വിട്ടുപോണില്ല. യശോദയുടെ ആ 2 ഭാവങ്ങൾ പോയപ്പോ യശോദയ്ക്ക് ഉണ്ണിയെ പിടിച്ച് കെട്ടിയിടാൻ പറ്റി. നമുക്കും ആ ഭഗവാനെ പലപ്പോഴും നാമം ജപിക്കുമ്പോഴാവാം, പ്രാർത്ഥിക്കുമ്പോഴാവാം, അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ ആവാം നമ്മുടെ ഉള്ളിൽ ഭഗവാന്റെ രൂപത്തെ കാണാൻ പറ്റാറുണ്ടാവില്ലേ? പക്ഷേ അത് ഉള്ളിൽ എപ്പോഴും നിൽക്കുന്നുണ്ടോ? ഇല്ല. എന്തേ കാരണം? നമുക്ക് പിടിച്ച് കെട്ടിയിടാൻ പറ്റിയിട്ടില്ല. അതാണ് കാരണം. എന്തുകൊണ്ട് സാധിച്ചിട്ടില്ല? ഞാൻ എൻ്റെ എന്നുള്ള ഭാവം പോയിട്ടില്ല. അത് പോകുമ്പോഴാണ് ഭഗവാനെ നമുക്ക് നേടാനായിട്ട് സാധിക്കുക. ഇങ്ങനെ യശോദ പിടിച്ച് കെട്ടിയിട്ടു. യശോദ അവിടെ നിങ്ങൾ പോയപ്പോഴാണ് ഉരലോട് ചേർത്താണ് പിടിച്ചു കെട്ടിയതേ. ദാമം കൊണ്ടമ്മ പിടിച്ചു തളച്ചപ്പോൾ ദാമോദരനായി നിന്ന കൃഷ്ണഹരി. ദാമം എന്ന് വെച്ചാൽ കയറ്, ഉദരം എന്ന് വെച്ചാൽ വയറ്. അപ്പോൾ കയറ് കൊണ്ട് വയറിൽ കെട്ടപ്പെട്ടവൻ, അതുകൊണ്ടാണ് ദാമോദരൻ. ഭക്തിയാകുന്ന പ്രേമമാകുന്ന കയറ് കൊണ്ട് പിടിച്ച് കെട്ടിയിടാൻ നാം ശ്രമിച്ചാൽ അവിടെ നിന്ന് വരും. ഇവിടെ ഭാഗവതം പറയാണ്, ഇങ്ങനെ ഭഗവാൻ വേറെ എവിടെയും നിന്ന് കൊടുത്തിട്ടില്ല എന്നാണ്. നേമം വിരിഞ്ചോ നഭവോദ ശ്രീരപ്യങ്ക സംശയ പ്രസാദം ലേഭരേ ഗോപി യത്തൽ പ്രാപ വിഭുക്തിദാൽ നായം സുഭാവോ ഭഗവാൻ ദേഹിനാം ഗോപികാസുതഃ ജ്ഞാനിനാം ച ആത്മഭൂതാനാം യഥാ ഭക്തിമതാമിഹ. ഭഗവാനെ ഇങ്ങനെ പിടിച്ചു കെട്ടിയിടാൻ ബ്രഹ്മാവ് ശ്രമിച്ചിട്ടുണ്ട്, സാധിച്ചിട്ടില്ല. മഹാദേവൻ ശ്രമിച്ചിട്ടുണ്ട്, സാധിച്ചിട്ടില്ല. ലക്ഷ്മി ഭഗവതി നോക്കിയിട്ടുണ്ട്, സാധിച്ചിട്ടില്ല. നോക്കൂ, അവർക്ക് പോലും പറ്റാത്ത ഒരു കാര്യമാണ് വൃന്ദാവനത്തിലെ ഗോപികയായിട്ടുള്ള യശോദയ്ക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. ഈ യശോദ മാത്രമല്ല, വൃന്ദാവനത്തിൽ എത്രയോ ഗോപികമാരുണ്ട്. അവര് പറഞ്ഞ എല്ലാ പണിയും ഭഗവാൻ ചെയ്യുന്നതാണ്. അതാണ് ഭഗവാന്റെ ബാലലീലകൾ പറയുമ്പോ പീഠകോന്മാദപാതുകം എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. കൃഷ്ണൻ ഗോപികമാരെടുത്ത് വരും. എന്താ വേണ്ടത്? വെണ്ണ വേണം. വെണ്ണ വേണമെന്ന് കാര്യം ചെയ്യും. അവിടെ ഇരിക്കുന്ന സ്റ്റൂളും എടുത്തുകൊണ്ടിരുന്നു. നമുക്ക് ഗോപികമാരുടെ ഒരു ദാസനെ പോലെ ഗോപികമാർക്ക് എല്ലാ പണിയും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആര്? ശ്രീകൃഷ്ണ ഭഗവാൻ. എന്നാൽ ബ്രഹ്മാദികൾക്ക് ഈ ഭഗവാനെ ഇതുപോലെ അനുസരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ? അനുസരിപ്പിക്കാൻ എന്നല്ല, അവിടെ എത്താൻ പോലും പറ്റിയിട്ടില്ല. നരസിംഹാവതാരത്തിൽ പറഞ്ഞില്ലേ, മഹാദേവനും ബ്രഹ്മാവ് എന്ന് വേണ്ട എത്ര ആളുകൾ ഭഗവാനെ ഒന്ന് സ്തുതിച്ച് ശാന്തനാക്കാൻ ശ്രമിച്ചു. അത് കേട്ടുകൂടിയില്ല ഭഗവാൻ. എന്താ കാരണം? ബ്രഹ്മാവിന്റെ സ്തുതി ആരംഭിച്ചപ്പോഴേക്കും ഭഗവാന്റെ ഗർജനമായിരുന്നു, സിംഹഗർജനം. ആ സ്തുതി പോലും സിംഹഗർജനത്തില് മുങ്ങിപ്പോയി. ഇങ്ങനെ എത്ര ആളുകൾ ശ്രമിച്ചു, അവർക്കൊന്നും സാധിച്ചില്ല. ഈ ഭഗവാന്റെ ലോകത്തിൽ എത്താൻ വേണ്ടിയിട്ട് ബ്രഹ്മാദികളൊക്കെ മോഹിക്കുന്നുണ്ട്, അവർക്ക് പോലും എത്താൻ സാധിക്കണില്ല. എന്നാൽ ആ ഭഗവാനെയാണ് ഇവിടെ വൃന്ദാവനത്തില് ഗോപികമാർക്ക് പിടിച്ച് കെട്ടിയിടാനായിട്ട് സാധിക്കുന്നത്. അതാണ് ഭാഗവതം പറയണു, നായം സുഭാവോ ഭഗവാൻ ദേഹിനാം ഗോപികാസുതഃ ജ്ഞാനിനാം ച ആത്മഭൂതാനാം യഥാ ഭക്തിമതാമിഹ. ദേഹികൾക്ക് ഭഗവാനെ പിടിച്ച് കെട്ടിയിടാൻ പറ്റില്ല. ദേഹികൾക്ക് ഗോപികാസുതനായിട്ടുള്ള ഭഗവാനെ പിടിച്ച് കെട്ടിയിടാൻ പറ്റില്ല. ദേഹികൾക്ക് എന്ന് പറഞ്ഞാൽ ദേഹമെടുത്തവർക്ക്. അപ്പൊ സംശയാവും, ഇവരൊക്കെ ദേഹമെടുത്ത ആൾക്കാരല്ലേ? ഇവരൊക്കെ ദേഹമെടുത്ത ആളുകളാ. പക്ഷെ അവർക്കൊരു വ്യത്യാസമുണ്ട്. എന്താ? അവരൊക്കെ ഗോപികമാരാണ്. ഇനി നമുക്കും ആ കൃഷ്ണനെ പിടിച്ച് കെട്ടിയിടണമെങ്കിൽ നമ്മൾ ആരായി മാറണം? നമ്മളും ഗോപികയായി മാറണം. ഇങ്ങനെയാ ഗോപികയായി മാറുക? ഗോപികമാരെ പോലെ ഡ്രസ് അണിയുക, അങ്ങനെയാണോ വേണ്ടത്? ഗോപിക വേഷം ധരിക്കുക? അങ്ങനെയുള്ള ഗോപിക വേഷമല്ല ധരിക്കുന്നത്. എന്താണ് ഗോപിക എന്ന ഭാവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഗോശബ്ദത്തിന് ഇന്ദ്രിയങ്ങൾ എന്നർത്ഥമുണ്ട്. അപ്പൊ ഗോപി പിബന്തി, ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഭഗവാനെ കുടിക്കുന്നവർ, ഇന്ദ്രിയങ്ങളെ കൊണ്ട് കൃഷ്ണനെ ആസ്വദിക്കുന്നവരെയാണ് എന്ത് പറയാം? ഗോപിക. ഗോപിക എന്ന് പറഞ്ഞാലും കേവലം ഒരു ശരീരം മാത്രമല്ല എന്നർത്ഥം. ഭക്തിയുടെ മനസ്സിന്റെ ഒരു അവസ്ഥയാണ് ഗോപിക എന്നുള്ളത്. ഇവിടെ അംബരീഷൻ എന്ന മഹാത്മാവിനെ നമ്മൾ 9ാം സ്കന്ധത്തിൽ കണ്ടുല്ലേ. അദ്ദേഹം ഒരു ഗോപികയായിരുന്നു. ഇന്ദ്രിയങ്ങൾ മുഴുവൻ മനഃ കൃഷ്ണപദാരവിന്ദയോഹോ വജാംസി വൈകുണ്ഠഗുണാനുവർണ്ണനെ കരൗ ഹരേർ മന്ദിരമാർജനാദിഷു ശ്രുതിം ചകാര അച്യുത സൽക്കഥോദയെ. നോക്കൂ, ഇങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളെ കൊണ്ടും അദ്ദേഹം ഭഗവാനെ ആസ്വദിക്കാനുണ്ടായത്.
അപ്പൊ അതാണ് ഗോപികാസുതനായിട്ടുള്ള ഗോപികമാരുടെ കൂടെ നിൽക്കുന്ന ഭഗവാൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഇന്ദ്രിയങ്ങളെ കൊണ്ടും ഭഗവാനെ ആസ്വദിക്കാൻ സാധിക്കുന്ന ആളുകളെ പോലെ സാധാരണ ദേഹികൾക്ക് ഭഗവാനെ ആസ്വദിക്കാൻ പറ്റില്ല. അത് തന്നെയാണ് 3-ാം സ്കന്ധത്തില് ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിച്ച ഒരു രംഗത്തെ ഭാഗവതം കൂടെ പറയുന്നത്. എന്താ? ജ്ഞാതോസിമേദ്യ സുചിരാൻ നനുദേഹഭാജാം ജ്ഞായതേ. ബ്രഹ്മാവ് ഭഗവാനെ മനസ്സിലാക്കിയിട്ട് സ്തുതിച്ചു അത്രേ. എന്താ സ്തുതിച്ചത്? ജ്ഞാതോസി, എനിക്ക് മനസ്സിലായി. എന്താ ബ്രഹ്മാവിന് മനസ്സിലായത്? ജ്ഞായതേ, മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. ആരെ? ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. ഓ, അത്രയെങ്കിലും അറിഞ്ഞ ഭാഗ്യം. നമ്മളിപ്പോ എല്ലാം കൂടെ അറിയാൻ തിരിച്ച് ഭഗവാനെ മനസ്സിലാക്കാം, ഭാഗവതം മുഴുവൻ പഠിക്കാൻ തിരിച്ചിട്ടൊക്കെയാണ് കയ്യിലെടുക്കണത്. അതിന്റെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് അജ്ഞായതേ. ഇത് അങ്ങനെയൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോ പൂർണ്ണമായിട്ട്. എന്നാൽ മനസ്സിലാക്കാൻ പറ്റാത്ത ഒന്നാണെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് കാര്യമുണ്ടോ എന്നാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞതോ? പറ്റില്ല എന്ന് പറഞ്ഞത് ആർക്ക് പറ്റില്ല എന്നാ? ജ്ഞായതേ ഭഗവതോ ഗതിരിത്യപദ്യം നനു ദേഹഭാജാം ജ്ഞായതേ. ദേഹഭാഗങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതാണ് ഭഗവാൻ. എന്നുവെച്ചാൽ ഈ ദേഹമാണ് ഞാൻ, ഈ ശരീരമാണ് ഞാൻ എന്ന് ഏതൊരുവനാണോ തോന്നലുള്ളത് അങ്ങനെയുള്ളവന് ഭഗവാനെ മനസ്സിലാക്കാനായി സാധിക്കില്ല. ഇതാണ് ബ്രഹ്മാവ് ആദ്യം തന്നെ. അതിനൊക്കെ ശേഷമാണ് ഭഗവാൻ സൃഷ്ടി ആരംഭിച്ചത്. അപ്പോ ഈ ഒരു അറിവും കൂടി ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്നു. എന്താ? ശരീരത്തിന്റെ ഭാഷയിൽ നിന്നാൽ അവർക്കൊന്നും ഭഗവാനെ അറിയാനോ അനുഭവിക്കാനോ സാധിക്കില്ല. എന്നാൽ ഈ ഇന്ദ്രിയങ്ങളിലൂടെ ഭഗവാനെ ആസ്വദിക്കാൻ ശ്രമിച്ച ഒരു ഗോപികയായിട്ട് മാറുകയാണെങ്കിലോ നമുക്കും ഭഗവാനെ നേടാം. അതാണ് നായം സുഖാവോ ഭഗവാൻ ദേഹിന. ദേഹികൾക്ക് ഭഗവാനെ ഇങ്ങനെ നേടാൻ പറ്റില്ല. ഇവിടെ യശോദയ്ക്ക് ഞാൻ എൻ്റെ എന്നുള്ള ദേഹഭാവം അങ്ങോട്ട് ഇല്ലാണ്ടായി. അപ്പോഴാണ് ഭഗവാനെ കിട്ടിയത്. അപ്പൊ നമുക്കും ഭാഗവത ശ്രവണം കൊണ്ട് ഈ ഗോപികമാരെ ഇനി ഭാഗവതം കാണിച്ചു തരും. ദേഹഗേഹാത്മ വിസ്മൃതി വന്ന ഗോപികമാര് അത്തരമൊരു മനോഭാവത്തെ സ്വീകരിക്കുകയാണ് എങ്കിൽ നമുക്കും ഭഗവാനെ നേടാനായിട്ട് സാധിക്കും. അപ്പൊ എന്താ? ഇന്ദ്രിയാദി സുഖങ്ങളാണ് യഥാർത്ഥ സുഖം എന്ന നമ്മുടെ തെറ്റിദ്ധാരണയെ ഭാഗവത ശ്രവണം കൊണ്ട് ഇല്ലാതെയാക്കാൻ സാധിച്ചാൽ നമുക്കും ഇതുപോലെ ആഗ്രഹം ഉണ്ടാവും. എപ്പോഴും ഭഗവാനെ കാണാൻ പറ്റണം, എപ്പോഴും ഭഗവാന്റെ കഥകളെ കേൾക്കാൻ പറ്റണം, എപ്പോഴും ഭഗവാന്റെ നാമം ജപിക്കാൻ സാധിക്കണം. ഇങ്ങനെ ഓരോരോ ഇന്ദ്രിയങ്ങളിലൂടെയും ഭഗവാനെ ആസ്വദിക്കാൻ. അതാണ് ഭാഗവതം ദിവസവും കാലത്ത് തുടങ്ങുന്നതിന് മുമ്പ് പറയില്ലേ, എന്താ? പിബത ഭാഗവതം രസമാലയം. ഭാഗവത രസത്തെ കുടിച്ചോളൂ. എങ്ങനെ? കണ്ണുകൊണ്ട് കുടിച്ചോളൂ ഭഗവാനെ, ചെവി കൊണ്ട് കുടിച്ചോളൂ ഭഗവാനെ, മൂക്കുകൊണ്ട് കുടിച്ചോളൂ ഭഗവാനെ, തൊക്കുകൊണ്ട് കുടിച്ചോളൂ ഭഗവാൻ. ഈ ഇന്ദ്രിയങ്ങൾ ഓരോന്നും ഭഗവാനെ ആസ്വദിക്കാനുള്ളതാണ്. അങ്ങനെ ഉള്ളവർക്ക് ഈ ഭഗവാനെ നേടാൻ സാധിക്കും, അല്ലാത്തവർക്ക് നേടാൻ സാധിക്കില്ല. അതാണ് ഇവിടെ ബ്രഹ്മാദികൾക്ക് പോലും ലഭിക്കാത്ത ഭഗവാനെ ഈ ഗോപികയ്ക്ക് യശോദയ്ക്ക് ഇവിടെ ലഭിച്ചു എന്ന് ഭാഗവതം പറയുകയാണ്. അങ്ങനെ കൃഷ്ണസ്തു ഗൃഹകൃത്യേഷവ്യഗ്രായ മാതരി പ്രഭു. അമ്മ ഓരോരോ ഗൃഹജോലികൾക്ക് അവിടെ നിന്ന് ഇവിടെ മാറിയപ്പോഴാണ് എന്ത് ചെയ്തു? ഇവിടുന്ന് ഒരലും വലിച്ചുകൊണ്ട് പോയി. എന്തിനായി ഒരലും വലിച്ചുകൊണ്ട് പോയത് എന്നാണെങ്കിൽ, മുറ്റത്ത് 2 മരങ്ങൾ നിൽക്കുന്നുണ്ട്. ആ മരങ്ങൾ ഇങ്ങനെ തലയാട്ടിക്കൊണ്ടാണ് നിൽക്കണതേ. മരങ്ങളെ നോക്കൂ, അതിങ്ങനെ തലയാട്ടി ഓരോ കൊമ്പുകൾ ആടിക്കൊണ്ടിരിക്കും, ചില്ലകൾ ആടിക്കൊണ്ടിരിക്കും, ഇലകൾ ആടിക്കൊണ്ടിരിക്കും. എന്താ അവര് ചെയ്യണത്? അവര് ചെയ്യണത് വേറൊന്നുമില്ല, ഭഗവാന്റെ നാമജപാണേ. നമ്മളെപ്പോലെ നാവ് അവർക്കില്ല, എന്നാലും അവര് നാമം ജപിച്ച് അത് ആസ്വദിക്കുകയാണ് ചെയ്യണതേ. അങ്ങനെ എത്രയോ കാലമായി എന്നാണോ ഞാനിനി കാണുന്നതെന്നാണോ നന്ദകുമാരന്റെ ദിവ്യരൂപം, എന്നാണെനിക്കതിനുള്ളൊരനുഗ്രഹം, എന്നാണ് വീടുന്നു തന്നിടുന്നു എന്ന് പറഞ്ഞ് 2 മരങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. ആരാ ആ 2 മരങ്ങള്? നളകൂപര മണിഗ്രീവന്മാര്, കുബേരന്റെ മക്കളാണ്. ജന്മനാ തന്നെ ധാരാളം സമ്പത്ത് ഉള്ളത് കൊണ്ട് അവർക്ക് എന്താ സദാചാരത്തിലേക്ക് ശ്രദ്ധ പോയില്ല. ധാരാളം സമ്പദാദികളൊക്കെ ഉള്ള ആളുകൾക്ക് സദാചാരത്തിലേക്ക് ശ്രദ്ധ പോയില്ല. അവരൊന്നും അമ്പലത്തിൽ വരിക അങ്ങനൊന്നും ഉണ്ടാവില്ല. എന്താ അത്? എനിക്ക് വേണ്ടതൊക്കെ ഉണ്ട്, ഞാൻ എന്തിനാ അമ്പലത്തിൽ വരണേ?
എനിക്ക് വേണ്ട ഇഷ്ടം പോലെ സമ്പത്തുണ്ട്, സ്ഥാനമാനുണ്ട്, ഇനി ഞാൻ എന്തിനാ നാമം ജപിക്കണേ? പലരുടെയും ധാരണ അങ്ങനെയാണ്. അമ്പലത്തിൽ വരേണ്ടതും ഭഗവാനെ സേവിക്കേണ്ടതും എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണെന്നാണ്. എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ല ഭഗവാനെ ഉപാസിക്കുന്നത്. പിന്നെ എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? എല്ലാം പോവാൻ വേണ്ടിയിട്ടായിരിക്കണം. ആണ് ഭഗവാനെ ഉപാസിച്ചാലുള്ള ഗുണത ഒന്നും കിട്ടില്ല ഉണ്ടാവുക, എല്ലാം പോവുക ഉണ്ടാവുക. എന്നാ ഈ വഴിക്ക് ആരും വരില്ല അങ്ങനെ പറഞ്ഞ ആരെങ്കിലും ഈ വഴിക്ക് വരുമോ? ഇല്ല. എന്തൊക്കെയോ എനിക്കുണ്ട് എന്നുള്ള തോന്നലാണ് ഭഗവാനെ നേടാൻ സാധിച്ചെങ്കിലും ആ ഭഗവാനെ അനുഭവിക്കുന്നത് തടസ്സമായി നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ഇല്ലാണ്ടായ ശേഷിക്കുന്നു ഭഗവാൻ നമ്മുടെ ഉള്ളിൽ. അപ്പോൾ ഈ തടസ്സങ്ങളൊക്കെ ഓരോന്നായിട്ട് വിട്ടുപോവുകയാണ് വേണ്ടത്. അപ്പൊ എന്തെങ്കിലും നേടാനല്ല, അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തതിനെ കളയാനാണ് ഭഗവാനെ സേവിക്കേണ്ടത്. ഇവര് ഭഗവാനെ സേവിച്ചില്ല എന്ന് മാത്രമല്ല, ആചാരങ്ങളെ വേണ്ടതുപോലെ അനുഷ്ഠിച്ചില്ല. അതിന്റെ ഫലമായിട്ട് നാരദ മഹർഷിയിൽ നിന്നും അവർക്ക് ശാപത്തെ ഏറ്റുവാങ്ങേണ്ടി വന്നു. മരങ്ങളായി പോട്ടെ എന്ന് ശാപം കിട്ടിയപ്പോഴാണ് ശാപമോക്ഷം തരണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ മരങ്ങളായിട്ട് നിന്നോളൂ, സാക്ഷാൽ ശ്രീകൃഷ്ണൻ വരും, നിങ്ങൾക്ക് മോചനം തരും എന്ന് പറഞ്ഞു. അങ്ങനെ ആ കൃഷ്ണന്റെ സ്പർശനത്തിന് വേണ്ടി എത്രയോ കാലമായി കാത്തു നിൽക്കുന്ന മരങ്ങള് ഭഗവാൻ നേരെ വന്നു എന്ന് മാത്രമല്ല, കട ഒന്നാണ്, രണ്ട് ഭാഗത്തേക്കായിട്ട് വളർന്നു നിൽക്കുന്ന ആ മരങ്ങളുടെ ഇടയിലൂടെ അപ്പുറത്തേക്ക് കടന്നു. ഒരല് ഇങ്ങോട്ട് വരാൻ വേണ്ടി വലിച്ചു. അതിന്റെ ഘർഷണം മൂലം മരങ്ങൾ രണ്ട് ഭാഗത്തേക്ക് വീണു. ആ ശബ്ദത്തെ ഭഗവാൻ തന്നിലേക്ക് ഒതുക്കി നിർത്തിയത്രേ. കാരണം എന്താ? ഈ ശബ്ദം കേട്ടാൽ എല്ലാവരും ഓടി വരും. ഓടി വന്ന എന്തുണ്ടാവും? ഇതിന്റെ മരത്തിന്റെ ഉള്ളിൽ നിന്ന് രണ്ട് ആൾക്കാർ വരണതും അവർ തന്നെ സ്തുതിക്കുന്നതും ഇവരൊക്കെ കാണും. ഇവരൊക്കെ കണ്ടാൽ പിന്നെ ഉണ്ടാവും, പിന്നെ എനിക്ക് ഒരു കളി കളിക്കാൻ പറ്റില്ല, ഒരു അമ്പലം പണിത് എന്നെ അവിടെ കയറ്റിയിരുത്തും. അങ്ങനെ ഒരു ആൾദൈവമായി മാറാൻ എനിക്ക് ആഗ്രഹമില്ല എന്നാ ഭഗവാൻ. അതുകൊണ്ട് ശബ്ദത്തെ കണ്ട് നിയന്ത്രിച്ചു, തൻ്റെ ഉള്ളിലേക്ക് ഒതുക്കി. നളഗോപുരമണി ഗ്രഹന്മാര് പുറമേക്ക് വരുന്നു. അവരെ ഭഗവാനെ അത് ഗംഭീരമായിട്ട് സ്തുതിച്ചു. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ത്വമാദ്യഃ പുരുഷഃ പരഃ വ്യക്തമിദം വിശ്വം രൂപം തേ ബ്രാഹ്മണാവിദു. ഭഗവാൻ ഈ പ്രപഞ്ചം തന്നെ അങ്ങയുടെ ശരീരമാണ് എന്ന് അറിവുള്ള ആളുകൾ പറയുന്നു. അങ്ങ് തന്നെയാണ് എല്ലാ ശരീരമായിട്ടും അതിൻ്റെ ഉള്ളിൽ ജീവനായിട്ട് നിൽക്കുന്നതും അങ്ങ് തന്നെയാണ് കാലസ്വരൂപനായിട്ട് നിൽക്കുന്നത്. ഇങ്ങനെ ഗംഭീരമായിട്ടുള്ള സ്തുതി. ആ സ്തുതിയുടെ അവസാനം അവർ പറയാണ്, വാണീ ഗുണാനുഗതനേ ശ്രവണോ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർന്ന സ്മൃത്യാം ശിരസ്തവ നിവാസജഗൽ പ്രണാമേ ദൃഷ്ടി സദാം ദർശനേസ്തു ഭവത്തനൂനാം. ഭാഗവതത്തിൽ ധാരാളം പ്രാർത്ഥനകളുണ്ട്. ഓരോരോ പ്രാർത്ഥനയ്ക്കും ഓരോരോ മഹിമയാണ് എന്ന് പറയുമ്പോൾ ഈ പ്രാർത്ഥനയ്ക്കും അതിൻ്റെതായിട്ടുള്ള മഹിമയുണ്ട്. എന്താ അവിടെ പ്രാർത്ഥിക്കുന്നത്? ഒരു ഗോപികയായി തീരാനാണ് നളഗോപുരമണിഗ്രീവന്മാരും പ്രാർത്ഥിക്കുന്നത്. എങ്ങനെയാ ഗോപികയായി മാറുക? ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഭഗവാനെ ആസ്വദിക്കുക. അതാണ് വാണി. വാണി എന്ന് വെച്ചാൽ എന്താ? വാക്ക് അഥവാ നാവ് എന്നർത്ഥമാക്കാം. ആ ഞങ്ങളുടെ വാക്കുകൾ എന്തിനായി തീരണം? ഗുണാനുകഥനെ, അവിടുത്തെ ഗുണഗണങ്ങളെ വർണ്ണിക്കാനായി തീരണേ ഞങ്ങളുടെ വാക്കുകള്. ശ്രവണവും കഥായാം, ചെവികളെ കൊണ്ട് നിരന്തരം അവിടുത്തെ സൽക്കഥകളെ കേൾക്കാനായി സാധിക്കണേ. ഹസ്തൗച കർമ്മസു, കൈകളെ കൊണ്ട് അവിടുത്തെ കൈങ്കര്യങ്ങളെ ചെയ്യാൻ സാധിക്കണേ. മനസ്തവപാദയോർന്ന, മനസ്സ് എപ്പോഴും അവിടുത്തെ പാദത്തിൽ തന്നെ ലയം പ്രാപിച്ചിരിക്കണേ. ഇങ്ങനെ ഓരോരോ ഇന്ദ്രിയങ്ങളും ശിരസ് കൊണ്ട് ഭഗവാനെ അവിടുത്തെ നമസ്കരിക്കാനായിട്ട് സാധിക്കണേ. കണ്ണുകളെ കൊണ്ട് ഏതൊക്കെ ജീവജാലങ്ങളെ എന്തിനെയൊക്കെ കാണുന്നുവോ അതെല്ലാം ഭഗവാൻ തന്നെയായിട്ട് ഞങ്ങൾക്ക് കാണാൻ സാധിക്കണേ. അതാണ് സത്യം. രണ്ടാം സ്കന്ധത്തിലെ ഭാഗവതം അത് പറഞ്ഞു. ഇവിടെ കാണുന്ന പർവ്വതങ്ങളായാലും വൃക്ഷങ്ങളായാലും നദിയായാലും ഇതൊക്കെ ഭഗവാന്റെ തന്നെ ശരീരമാണ് എന്ന് രണ്ടാം സ്കന്ധത്തില് ഭാഗവതം വർണ്ണിച്ചു. ഇനി ഏകാദശത്തില് ഒന്നും കൂടി അതെടുത്ത് പറയും. ഇങ്ങനെ യാതൊന്നു കാണുന്നത് നാരായണ പ്രതിമ എന്ന ഭാവത്തിൽ നിങ്ങളുടെ കണ്ണുകൾക്കും ഒരു സായുജ്യം. നമുക്ക് ഇങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളെ കൊണ്ടും ഭഗവാനെ അവിടുത്തെ ആസ്വദിക്കാൻ സാധിക്കണേ എന്ന മഹത്തായിട്ടൊരു പ്രാർത്ഥന ഭഗവാൻ അവരെ അനുഗ്രഹിച്ചു. പിന്നീട് അവർക്ക് അഹങ്കാരം ഉണ്ടായിട്ടില്ല. ഭഗവാനെ എല്ലാ ദിക്കിലും കാണുന്നവന് അഹങ്കാരം ഉണ്ടാവില്ല. കാരണം എന്താ? അവനേക്കാളും ഉയർന്ന കുലത്തിലാണ് ഞാൻ ജനിച്ചത് എന്ന് തോന്നുമ്പോഴാണ് എന്തുണ്ടാവുക? എനിക്ക് അഹങ്കാരം ഉണ്ടാവുക. അവനേക്കാളും സമ്പത്തുണ്ട് എനിക്ക് എന്ന് തോന്നുമ്പോഴാണ് അഹങ്കാരം. അവനേക്കാളും സൗന്ദര്യം ഉണ്ട് എന്ന് തോന്നുമ്പോഴാണ് അഹങ്കാരം. ഇതെല്ലാം തികഞ്ഞ ആളാണ് ആര്? ഭഗവാൻ. ഐശ്വര്യം
ശങ്കരാദേശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലമഭിയശോ നിസ്പൃഹൈശ്ചോപഗീതം എന്നുള്ള ഭഗവാനെ കണ്ടാൽ ആ ഭഗവാന്റെ മുമ്പിൽ നമുക്ക് എന്തെങ്കിലും അഹങ്കാരം ഉണ്ടാവുമോ? എല്ലാം തികഞ്ഞവനാണ് ആര്? ഭഗവാൻ. ആ എല്ലാം തികഞ്ഞവനായിട്ടുള്ള ഭഗവാനെ എല്ലാ ദിക്കിലും കാണാൻ സാധിച്ചാൽ അഹങ്കാരം എന്നുള്ളത് ഒരിക്കലും നമുക്ക് ഉണ്ടാവില്ല. അനുസരണ എന്നുള്ള ശീലമാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് അഹങ്കാരമൊന്നും ഉണ്ടാവരുതേ. അനുസരണാശീലം, ഈ അനുസരണാശീലത്തിൽ നിന്നാണ് ആത്മാനന്ദത്തെ അനുഭവിക്കാൻ സാധിക്കുക. അതാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്നുള്ള അവരുടെ പ്രാർത്ഥന കേട്ടവരെ ഭഗവാൻ അനുഗ്രഹിച്ചു. അവരങ്ങനെ അന്തർധാനം ചെയ്തപ്പോഴാണ് ഈ ശബ്ദത്തിനെ ഭഗവാൻ പുറത്തേക്ക് വിട്ടു. ഗോപാനന്ദാദയശ്വത്വ ദ്രുമയോ പതതോരവം. ഈ ശബ്ദം കേട്ടുകൊണ്ട് ഗോകുലവാസികൾ ഓടി വന്നപ്പോഴാണ് മരത്തിന്റെ ഇടയിൽ കൃഷ്ണൻ പെട്ടുകിടക്കണു, എങ്ങനെയൊക്കെയോ അഴിച്ച് രക്ഷിച്ചു. അങ്ങനെ നിൽക്കുമ്പോഴാണ് അവരെല്ലാവരും കൂടി ആലോചിച്ചു, അതെ ഈ ഭൂമിക്ക് എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് നമുക്കിവിടെ താമസം അപ്പുറത്തേക്ക് മാറ്റാം എന്നൊക്കെ പറഞ്ഞു. പൂതനായുടെ വരവ് മുതൽ ഓരോരോ കാര്യങ്ങളൊക്കെ ശരിയാട്ടോ, എന്തോ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഉണ്ണിക്ക് ആപത്തൊന്നും പറ്റിയില്ല, നമുക്കിവിടെ താമസം മാറ്റാം എന്ന് പറഞ്ഞു. എങ്ങടാ പോണ്ടത് ചോദിച്ചു. തത്ര ഉപനന്ദനാമാഹ ഗോപോ ജ്ഞാനവയോധിക. ഉപനന്ദൻ എന്ന് പേരായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ജ്ഞാനവയോധികനാണ്, ജ്ഞാനവൃദ്ധനാണ്, നല്ല ജ്ഞാനം ഉള്ള ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു, ഇവിടുന്ന് കുറച്ചും കൂടി ദൂരം പോയാൽ വൃന്ദാവനം എന്നൊരു വനമുണ്ട്. ഇപ്പോൾ ഇവരെല്ലാവരും നിൽക്കുന്നത് മഹാവനത്തിലാണ് നിൽക്കുന്നത്. ഈ മഹാവനത്തിൽ നിന്നും താമസം വൃന്ദാവനത്തിലേക്കാക്കാം എന്നാണ് ഒരു തീരുമാനം. വനം വൃന്ദാവനം നാമ പശവ്യം നവകാനനം ഗോപഗോപീകവാം സേവ്യം പുണ്യാദ്രിതൃണവീരുതം. ആ വൃന്ദാവനത്തിലേക്ക് പോവുകയാണെങ്കിൽ എല്ലാം അനവധി പശുക്കളുണ്ട്, അനവധി ഗോപന്മാരുണ്ട്, അനവധി ഗോപികമാരുണ്ട്. അപ്പൊ എല്ലാവർക്കും കൂടി താമസിക്കാനുള്ള സ്ഥലം അവിടെ ഉണ്ടാവുമോ? ഈ പശുക്കൾക്കൊക്കെ ധാരാളം പുല്ല് വേണം. അങ്ങനെ പുല്ലൊക്കെ അവിടെ ഉണ്ടാവുമോ? വെള്ളം അവിടെ ഉണ്ടാവുമോ? ഒരു സംശയം ഉണ്ടായില്ലേ. കാരണം പുണ്യാദ്രി ഗോവർദ്ധനം എന്നിവനായിട്ടുള്ള ഒരു പർവ്വതം അവിടെ ഉണ്ട്. ആ പർവ്വതത്തിന്റെ പ്രാന്തപ്രദേശത്തൊക്കെ ധാരാളം പുല്ലൊക്കെ കിട്ടും. ഇങ്ങനെ വൃന്ദാവനം എന്തുകൊണ്ടും താമസിക്കാൻ യോഗ്യമായ സ്ഥലമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് എല്ലാവരും കൂടി വൃന്ദാവനത്തിലേക്ക് യാത്രയായി. വൃന്ദാവനം സംപ്രവിശ്യ സർവകാല സുഖാവഹം തത്ര ചക്രുഹു പ്രജാവാസം ശകടൈഹി അർദ്ധചന്ദ്രവൽ. സർവകാല സുഖാവഹമാണ് വൃന്ദാവനത്തിന് കൊടുത്തിട്ടുള്ളൊരു വിശേഷണമാണ് ഭാഗവതം. സർവകാല സുഖാവഹം, സർവലോക സുഖാവഹം എന്നൊരു പ്രയോഗം ഭാഗവതം ആദ്യം പറഞ്ഞിട്ടുണ്ട്. എവിടെയാ? ഭാഗവതം 3-ാം സ്കന്ധത്തില് കാബലയത്തിന് മുമ്പായിട്ട് അവിടെ പറയുന്നുണ്ട്. ദിവ്യമായിട്ടുള്ളൊരു വിമാനത്തെ കർദമൻ തന്റെ തപശക്തി കൊണ്ട് നേടിയ രംഗം അവിടെ പറഞ്ഞു. അവിടെയാണ് സർവലോക സുഖാവഹം. എല്ലാ ലോകത്തിലുള്ള എല്ലാ സുഖങ്ങളെയും അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു വാഹനത്തെ സൃഷ്ടിച്ചു എന്നാണ്. ഈ വൃന്ദാവനത്തിനെ കുറിച്ച് പറയുന്നു സർവ കാലസുഖാവഹം. എല്ലാ കാലത്തിൽ പെടുന്നവർക്കും ഒരുപോലെ സുഖത്തെ നൽകുന്ന ഒരു ലോകം എന്നാണ്. ഓരോരോ കാലത്തിനെ കുറിച്ച് പറയുമ്പോൾ ആ കാലത്തിന് യുഗം എന്നുള്ള പേരിലാണ് നമ്മൾ പറയാ. കൃതം, ത്രേത, ദ്വാപരം, കലി. ഇപ്പൊ കലിയുഗം എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ കലികാലം എന്ന് പറയാം അല്ലേ. ഇപ്പൊ ഏത് കാലത്തിൽ പെട്ടവർക്കും ഒരുപോലെ സുഖം നൽകുന്ന ലോകം, അതാണ് വൃന്ദാവനം. ആ വൃന്ദാവനത്തിലേക്കാണ് ഇവര് താമസം മാറ്റിയത്. ഗർഗസംഹിതയിൽ നോക്കുമ്പോൾ ആ വൃന്ദാവനത്തിന്റെ മഹിമ കുറെ കൂടി ഭംഗിയായി വർണ്ണിച്ചിരിക്കുന്നു. വൃന്ദാവനം എന്നുള്ളത് ഗോലോകത്തിന്റെ ഭാഗമാണ് എന്ന് അവിടെ വർണ്ണിച്ചിരിക്കുന്നു. ആ ഗോലോകത്തിന്റെ മഹിമയെ ഗർഗസംഹിതയിൽ പറയുന്നതിന്റെ ഒപ്പം തന്നെ ബ്രഹ്മവൈവർത്ത പുരാണം, ദേവീ ഭാഗവതം ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ ആ ഗോലോകത്തിനെ കുറിച്ച് വളരെ ഭംഗിയായി വർണ്ണിച്ചിരിക്കുന്നു. എവിടെയാണ് ആ ഗോലോകമുള്ളത് എന്നാണെങ്കിൽ വൈകുണ്ഠലോകത്തിനേക്കാളും ഉപരിയായിട്ടുള്ള ലോകമാണ് ഏത്? ഗോലോകം. ആ ഗോലോകത്തിൽ നിന്നും വേദനാഗ ക്രോശഭൂമി 84 ക്രോശം ഭൂമിയെയാണ് ഭഗവാൻ ഈ ഭാരതത്തിലേക്ക് കൊണ്ടുവന്നത്. ബ്രഹ്മാദികളൊക്കെ ഭൂമിയുടെ ഭാരം തീർക്കണേ എന്ന് പറഞ്ഞ് മഹാവിഷ്ണുവിന്റെ അടുത്തെത്തിയപ്പോൾ മഹാവിഷ്ണു അവരെ കൊണ്ട് നേരെ ഭഗവാന്റെ ലോകമായിട്ടുള്ള രാധാകൃഷ്ണ ലോകമായിട്ടുള്ള ഗോലോകത്തിലേക്ക് എത്തിയതാണ്. അവിടുന്ന് ഭഗവാൻ പറഞ്ഞു, ശരി, ഞാൻ ഭൂമിയിൽ നേരിട്ടുണ്ട് വരാം, എന്നിട്ട് ഭൂമിയുടെ ഭാരം തീർക്കാം എന്ന് ഭഗവാന്റെ വാക്ക് കേട്ട സമയത്ത് ബ്രഹ്മാദി ദേവന്മാർക്കും എല്ലാവർക്കും സന്തോഷമായി. പക്ഷേ ഭഗവാന്റെ കൂടെയുള്ള
രാധാദേവിക്ക് സന്തോഷമായില്ല. ഭഗവാന്റെ കൂടെയുള്ള രാധ എന്ന് പറഞ്ഞാൽ രാധയും കൃഷ്ണനും വേറെയല്ല, രണ്ടുപേരും ഒന്ന് തന്നെയാണ്. എങ്ങനെയാണ് പ്രേമിക്കേണ്ടത് എന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി രണ്ട് ശരീരമായി നിൽക്കുന്ന ആളുകളാണ് രാധയും കൃഷ്ണനും. ആ രാധാദേവിക്ക് കൃഷ്ണൻ വൃന്ദാവനത്തിനെ വിട്ട് ഈ ഗോലോകം വിട്ട് ഭൂമിയിലേക്ക് പോവുകയാണ് എന്നറിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്തൊരു ദുഃഖമായി. രാധയുടെ ദുഃഖം കണ്ട സമയത്ത് പറയണു, രാധയോടും പറഞ്ഞു, നീയും വന്നോളൂ, ഇങ്ങോട്ട് എൻ്റെ കൂടെ ഭൂമിയിലേക്ക് വന്നോളൂ എന്ന് പറഞ്ഞെങ്കിലും രാധാദേവിയോട് പറയണു, ഞാൻ ഭൂമിയിലേക്ക് വന്നിട്ടും കാര്യമില്ല കൃഷ്ണ, എനിക്ക് സന്തോഷമുണ്ടാവില്ല. അതെന്താ കാരണം? കൃഷ്ണന്റെ സാമീപ്യത്തിലും അധികം രാധാദേവിക്ക് സന്തോഷം നൽകുന്ന മറ്റ് ഘടകങ്ങളുണ്ട്. എന്തൊക്കെയാണ് എന്നാണെങ്കിൽ കൃഷ്ണൻ ചോദിച്ചു, എന്താ രാധേ, എനിക്ക് എൻ്റെ കൂടെ വന്നാലും സന്തോഷം ഉണ്ടാവില്ല എന്ന് പറയാൻ കാരണം, അവിടെ ഭൂമിയിൽ ഗോവർദ്ധനുണ്ടോ, ഭൂമിയിൽ വൃന്ദാവനുണ്ടോ, ഭൂമിയിൽ കാളിന്തി ഉണ്ടോ? ഇതൊന്നും ഇല്ലാത്ത സ്ഥലത്ത് എത്ര ഗോവർദ്ധൻ, എത്ര വൃന്ദാവനം നാസ്തി, എത്ര നോ യമുനാ നദി, എത്ര ഗോവർദ്ധനോ നാസ്തി തത്ര മേ ന മനഃസുഖം. ഇത് പറഞ്ഞപ്പോഴാണ് ഭഗവാൻ സാക്ഷാൽ ശ്രീകൃഷ്ണൻ ഗോലോകത്ത് നിന്നും, വൈകുണ്ഠലോകത്തിനേക്കാളും മുകളിലുള്ള ഗോലോകത്ത് നിന്നും 84 ക്രോശം ഭൂമിയെ അവിടെ നിന്ന് എടുത്തു. എന്നിട്ട് നേരെ പുണ്യഭൂമിയായിട്ടുള്ള ഭാരതത്തിലേക്ക് കൊണ്ടുവന്നു. അതാണ് ഇന്ന് വൃന്ദാവനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഉത്തർപ്രദേശിലാണ് ഈ വൃന്ദാവനം എന്ന പുണ്യലോകം ഉള്ളത്. അപ്പൊ നോക്കൂ, മധുര എന്ന സ്ഥലത്താണ് ഈ വൃന്ദാവനം എന്ന ഭൂമി. 12 വനങ്ങളാണ് അവിടെയുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ആ പ്രദേശമാണ് വ്രജം എന്നറിയപ്പെടുന്നത്. ആ വ്രജത്തിലെ ഉള്ള അനവധി വനങ്ങളിൽ ഒരു വനമാണ് വൃന്ദാവനം. അപ്പൊ ഈ മധുരയിലേക്കാണ് ഗോലോകത്ത് നിന്നും വൃന്ദാവനത്തിനെ കൊണ്ടുവന്ന ഈ മധുരയോട് ഭഗവാൻ യോജിപ്പിക്കുകയാണ് ഉണ്ടായത്. ആ മധുരയുടെ പ്രത്യേകത എന്താ, മധുരയുടെ പ്രാധാന്യം എന്താ എന്ന് ചോദിച്ചാൽ, ഭഗവാൻ വരാഹമൂർത്തി ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരുന്ന സമയത്ത് ഈ ഭൂമി ദേവി ചോദിച്ചു എന്നാണ്, എന്നെ എവിടെയാ കൊണ്ടുവയ്ക്കുകയാണ്, എന്നും എപ്പോഴും എന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വെക്കാൻ പറ്റും? വരാഹമൂർത്തിയായിട്ട് അവതരിച്ച ഭഗവാന് ഒരു കൊമ്പുണ്ട്, തേറ്റ എന്നാ പറയാ, ആ തെറ്റമേലാണ് ഭൂമി ഉയർത്തി കൊണ്ടുവന്നത്. എപ്പോഴും എന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വെക്കാൻ പറ്റുമോ ചോദിക്കുമ്പോഴാണ് ഭഗവാൻ പറഞ്ഞു, അതില്ല, നിന്നെ ഞാൻ ഒരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. എവിടെയാ എന്നെ കൊണ്ടുവയ്ക്കുക? പറഞ്ഞു, എവിടെയാണോ പർവ്വതങ്ങളും വൃക്ഷങ്ങളും കാണുക അവിടെ ഞാൻ കൊണ്ടുവയ്ക്കുന്ന. അപ്പൊ ഭൂമി ചോദിക്കണോ, ഞാനില്ലെങ്കിൽ എങ്ങനെയാ പർവ്വതം ഉണ്ടാവുക, എങ്ങനെയാ വൃക്ഷം ഉണ്ടാവുക എന്ന് ചോദിക്കുമ്പോഴാണ് പറയണത്, മധുര എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്, നിന്നെ ഞാൻ ആ മധുരയോട് കൂട്ടി യോജിപ്പിക്കുകയാണ് ഉണ്ടാവുക. പ്രളയത്തിൽ ഭൂമി നശിച്ചാലും മധുര നശിക്കാതെ നിൽക്കും. അത്രയും പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് മധുര. ഇന്ന് ഉത്തർപ്രദേശിലുള്ള മധുര എന്ന ആ ഒരു പ്രദേശം. ഭൂമി നശിച്ചാലും മധുര നശിക്കില്ല. 14 കോടി തീർത്ഥങ്ങളാൽ സമ്പുഷ്ടമായിരിക്കുന്ന ഒരു നഗരമാണ് മധുര എന്നുള്ള നഗരം. ആ മധുരയിലേക്കാണ് ഈ ഭൂമിയെ ഭഗവാൻ യോജിപ്പിക്കുന്നത്. അത്രയും പ്രാധാന്യമുള്ള, ഇനി 12ാം സ്കന്ധമൊക്കെ വായിക്കുമ്പോൾ പറയും, മധുരയിലൊക്കെ വെച്ച് ഭാഗവതം വായിച്ചാൽ അത്രയും ഭാഗ്യാണ് എന്ന് പറയും. ഇത് ആ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ആ മധുരയില് ഈ വ്രജത്തില് നമ്മൾ പറഞ്ഞല്ലോ അനവധി വനങ്ങളുണ്ടെന്ന്. അതില് ഒരു വനമാണ് മധുവനം. ആ മധുവനത്തിൽ ഇരുന്നാണ് ആര്? ധ്രുവൻ ഭഗവാനെ തപസ് ചെയ്തത്, അംബരീഷൻ ഭഗവാനെ തപസ് ചെയ്തത്. മറ്റു പുരാണങ്ങളിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം. ഇപ്പോൾ ശിവപുരാണം അല്ലെങ്കിൽ ലിംഗപുരാണം എന്നൊക്കെ പറയും, അതിലൊക്കെ നോക്കിയാൽ അവിടെ മധുരയുടെ പ്രാധാന്യം പറയും. എത്രയോ മഹാത്മാക്കൾ ഭഗവത് സേവയ്ക്ക്, ഈശ്വരനെ ഉപാസിക്കാനായിട്ട് എത്തിച്ചേർന്നത് ഈ മധുവനത്തിലാണ്. കൃതയുഗം മുതലേ തന്നെ അനവധി ആളുകൾ ഈ മധുവനത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാനെ സേവിച്ചിരിക്കുന്നു. അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ വ്രജത്തിലെ ഒരു വനം. അനവധി വനങ്ങളിൽ ഒരു വനമായിട്ടുള്ള ആ മധുവനത്തിന് പോലും ആ ഒരു പ്രാധാന്യം. അങ്ങനെ അവിടെയുള്ള ഓരോരോ വനങ്ങൾക്കും ഓരോരോ പ്രാധാന്യങ്ങളുണ്ട് എന്ന് പുരാണങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തിനാണ് ഇതൊക്കെ പറയണേ ചോദിച്ചാലേ, ഇപ്പോൾ നമ്മുടെ ഈ കേരളമാണ് ഏറ്റവും കേമം, ദൈവത്തിന്റെ സ്വന്തം നാടെന്നൊക്കെ പറഞ്ഞിരിക്കണില്ലേ? ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല. ആലോചിച്ചു, ബ്രഹ്മാദി ദേവന്മാര് പോലും പുണ്യ വൃന്ദാവനത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന രംഗം ഇനി ഭാഗവതം പറയും. അപ്പൊ അങ്ങനെയുള്ള വൃന്ദാവന ഭൂമിയെക്കാളും നല്ലൊരു പ്രദേശം ഈ പ്രപഞ്ചത്തിൽ തന്നെ ഇല്ല. കാരണം സാക്ഷാൽ ഗോലോകത്തിന്റെ അംഗമാണ് ഏത്? ഈ പുണ്യ വൃന്ദാവനം എന്ന ഭൂമി. അതുകൊണ്ടാണ് സർവകാല സുഖാവഹം, ഏത് യുഗത്തിൽ പെട്ടവരും
ഭഗവാനെ പെട്ടെന്ന് നേടാൻ വേണ്ടിയിട്ട് ഉപാസിക്കാൻ എത്തിച്ചേരുന്ന സ്ഥലമാണ് ഈ വ്രജം എന്ന സ്ഥലം. ആ വ്രജത്തിലെ ആ ഓരോരോ പ്രദേശങ്ങൾ, അതിലെ പുണ്യവൃന്ദാവനം എന്നുള്ളത്. അതുകൊണ്ടാണ് എല്ലാ സർവകാല സുഖാവഹം, എല്ലാ കാലത്തിലും ഒരുപോലെ സുഖം നൽകുന്ന ഒരു നാട്, ഒരു സ്ഥലം, ഒരു പ്രദേശം എന്ന് അവിടെ പറയാനായിട്ട് കാരണം. വൃന്ദാവനം സംപ്രവിശ്യ സർവകാല സുഖാവഹം. ആ വൃന്ദാവനത്തിൽ എത്തിയതോടുകൂടിയിട്ട് വൃന്ദാവനം ഗോവർദ്ധനം യമുന പുളിനാനുചാവീക്ഷാസീലുത്തമാ പ്രീതി രാമമാധവയോർനൃപ. വൃന്ദാവനത്തിൽ എത്തിയതോടുകൂടിയിട്ട് അവിടെ ഗോവർദ്ധന പർവ്വതത്തെയും യമുനാ നദിയെയും കണ്ടതോടുകൂടിയിട്ട് ആ ഗോപന്മാർക്കും ഇവർക്ക് എല്ലാവർക്കും എന്തെന്നില്ലാത്ത സന്തോഷമായി എന്നാണ്. വൃന്ദാവനത്തിൽ അവർ ഓടിക്കളിക്കാനായിട്ട് ആരംഭിച്ചു. ആ വൃന്ദാവനത്തിൽ വെച്ച് ഭഗവാൻ ബകാസുരന് മോക്ഷം കൊടുത്ത കഥ അനുസ്മരിച്ചു. വലിയൊരു കൊറ്റിയുടെ വേഷത്തിൽ വന്ന് കൃഷ്ണനെ വിഴുങ്ങാനാണ് നോക്കിയത്. അവന്റെ ആ ചുണ്ട് പിളർന്ന് അവന്റെ ശരീരത്തിനെ വേദിച്ചുകൊണ്ട് അവന് മോക്ഷം കൊടുത്തു. ഇവന്റെ സഹോദരനാണ് ആര്? അഘാസുരൻ. ഈ രണ്ടുപേരും പൂതനയുടെ ഏട്ടന്മാരാട്ടോ, അഘാസുരനും ബകാസുരനും. അപ്പോൾ ഈ അഘാസുരനാണ് പിന്നീട് വന്നത്. അഘം എന്ന് വെച്ചാൽ പാപം എന്നർത്ഥം. ഈ അഘാസുരൻ എങ്ങനെയാ വന്നത്? വലിയൊരു പാമ്പിന്റെ വേഷത്തിലാണ് വന്നത്. കുട്ടികൾ കളിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് അഘാസുരൻ വായം തുറന്ന് കിടക്കുന്നത്. അപ്പൊ ചില കുട്ടികൾക്ക് തോന്നിയത് പാമ്പാണ് തോന്നി. ചില കുട്ടികൾ പറഞ്ഞത് പാമ്പൊന്നുമല്ല. തീരുമാനിക്കണ്ടേ? അവർ ഉറക്ക ശബ്ദം ഉണ്ടാക്കി നോക്കി, കൈയടിച്ച് നോക്കി. പണ്ടത്തെ ആൾക്കാർ പറയാറുണ്ട്, എത്ര സത്യം ഉണ്ടെന്നറിയില്ല, എന്താ പാമ്പ് വഴി കിടക്കണമെങ്കിൽ കൈയടിച്ചാൽ മതി. ഈ പറഞ്ഞ സാധനം ഇല്ലാത്ത സാധനം എന്ത്? ചെവി, ചക്ഷുശ്രവണം, കണ്ണോണ്ട് കേൾക്കുന്ന ആളാ. അയാളിപ്പോ എങ്ങനെയാ ശബ്ദം ഉണ്ടാക്കിയാൽ പോകുന്ന ശരിയല്ലേ, പോട്ടെ. കുട്ടികള് കൈയൊക്കെ കൊട്ടി നോക്കി, കല്ലൊക്കെ എടുത്ത് എന്തൊക്കെ ചെയ്തിട്ടും ഒരു അനക്കമില്ല കേട്ടോ. അപ്പൊ ഇവർക്ക് പറഞ്ഞു, അതെ പാമ്പൊന്നുമല്ല, അത് ഗുഹയാണ്, ഇവിടെ ആദ്യമായിട്ടല്ലേ വരണേ, അതുകൊണ്ടാണ് ഇത് കണ്ടിട്ടില്ലല്ലോ. ഒരു പാമ്പിന്റെ വായ എങ്ങനെയാണോ അതുപോലെയൊക്കെയാണ് ഗുഹ. ഇവരെല്ലാവരും കൂടി അതിനകത്ത് കയറി. ഇവൻ വായ അടച്ചില്ല. ഇവന്റെ ലക്ഷ്യം എന്താ? കൃഷ്ണനെ വിഴുങ്ങണം എന്നായിരുന്നു. കൃഷ്ണൻ കൂടി അകത്ത് കയറിയപ്പോൾ വായ അടച്ചു. അപ്പോഴേക്കും ദേവന്മാരൊക്കെ അവിടെ നിന്ന് പേടിച്ച കരച്ചിലോട് കരച്ചില്. മുകളില് ഇവിടെ ഗോപബാലന്മാരും കരച്ചിലോട് കരച്ചില്. ഭഗവാൻ ഈ വാമനാവതാരത്തിൽ തന്റെ ശരീരം വലുതാക്കിയതുപോലെ തന്റെ ശരീരങ്ങൾ വലുതാക്കി അവന്റെ ശരീരം രണ്ടാക്കി മാറ്റി കുട്ടികളെയൊക്കെ പുറത്തേക്ക് എത്തിച്ചു. പിന്നെ കുട്ടികൾ നോക്കുമ്പോൾ എന്താ വെച്ചാൽ അഘാസുരിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു ചൈതന്യം നേരെ ശ്രീകൃഷ്ണ പരമാത്മാവിലേക്ക് ലയിക്കുന്നു. ഇതാണ് കുട്ടികൾ കണ്ടത്. അപ്പൊ നോക്കൂ, ഈ അഘാസുരന്റെ മഹാഭാഗ്യം എന്നാണ് ഇവിടെ ഭാഗവതം നമുക്ക് പറഞ്ഞു തരാം. കാരണം എന്താ വെച്ചാൽ നമുക്കൊന്നും ഇങ്ങനെ ഭഗവാനിലേക്ക് നേരിട്ട് പോകാൻ പറ്റുന്നില്ല അല്ലേ. മൂർധാവിനെ ഭേദിച്ചുകൊണ്ടാണ് ജീവൻ മുകളിലേക്ക് വരേണ്ടത് പറഞ്ഞു. ഈ അഘാസുരന്റെ മൂർധാവിലൂടെയാണ് ആ ജീവൻ ഉയർന്നു വന്ന് ഭഗവാനിലേക്ക് എത്തിയത്. ആ അഘാസുരന് പോലും മോക്ഷം കൊടുത്തു എന്നാ. ഈ അഘാസുരന് പോലും എന്ന് പറയാൻ എന്താ കാരണം വെച്ചാൽ അഘം എന്ന വാക്കിന് എന്താ അർത്ഥം? പാപം എന്നർത്ഥം. ഇപ്പൊ ലോകത്തിലെ ഏതൊക്കെ രീതിയിൽ പാപങ്ങളെ പറഞ്ഞു വെച്ചിട്ടുണ്ടോ എല്ലാ പാപങ്ങളും കൂടി ഒരു സ്വരൂപം എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പൊ മഹാപാപം എന്നുള്ളതാണ്. ആ മഹാപാപത്തിന്റെ രൂപത്തിൽ വന്ന അവന് പോലും ഭഗവാൻ എന്ത് കൊടുത്തു? മഹായോഗീശ്വരന്മാർക്ക് കൊടുക്കുന്ന മോക്ഷമാണ് ഭഗവാൻ കൊടുത്തത്. ഈ മഹാപാപിക്ക് പോലും ഈ മഹായോഗികൾക്ക് കിട്ടുന്ന മോക്ഷം കിട്ടാൻ എന്താ കാരണം ചോദിച്ചാൽ കാരണം വേറൊന്നുമില്ല. മഹാത്മാക്കൾ പറയും, അവൻ എവിടെയാണ് എത്തിപ്പെട്ടതെന്ന് മാത്രം ആലോചിച്ചാൽ മതി. എവിടെയാ എത്തിയത്? വൃന്ദാവനത്തിലാണുള്ളത്. അതാ വൃന്ദാവനത്തിന്റെ മഹിമയാണ്. വൃന്ദാവനത്തിൽ എത്തിയവന് ഭഗവാന്റെ അടുത്ത് എത്താൻ പറ്റുന്നുണ്ട്. എത്ര വലിയ പാപിയായിക്കോട്ടെ, എത്ര ഘോരമായിട്ടുള്ള പാപങ്ങൾ ചെയ്തവനായിക്കോട്ടെ, എങ്ങനെയുള്ളവനായിക്കോട്ടെ, ആ പുണ്യഭൂമിയിൽ എത്തിയാൽ പിന്നെ അവന് മോക്ഷമാണ്. അവനെ തൻ്റെ ലോകത്തിലേക്കാണ് ഭഗവാൻ കൂട്ടിക്കൊണ്ടുപോവുക. വൃന്ദാവനവാസികളെ വലിയൊരു വാഹനം കൊണ്ടുവന്നിട്ട് ഭഗവാൻ അതിൽ കയറ്റിയിട്ടാണ് തൻ്റെ ലോകത്തിലേക്ക് കൊണ്ടുപോയത് എന്ന് ഗർഗസംഹിതയിൽ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ അഘാസുരന് ഭഗവാൻ മോക്ഷം കൊടുത്തു. ഈ അഘാസുരന് മോക്ഷം കൊടുത്തത്, അല്ലെങ്കിൽ കൃഷ്ണൻ ഒരു പാമ്പിനെ കൊന്നത് കുട്ടികൾ സ്വന്തം ഗൃഹത്തിൽ വന്ന് പറഞ്ഞു. എപ്പോഴാ പറഞ്ഞെന്നറിയോ? 1 കൊല്ലം കഴിഞ്ഞിട്ടാണ്. ആലോചിച്ചു, കുട്ടികൾക്ക് അത്രയൊക്കെ ഓർമ്മശക്തി ഉണ്ടാവില്ല. നമ്മളൊക്കെ കുറച്ച് പ്രായമുള്ള ആൾക്കാരല്ലേ. കൃത്യം 1 കൊല്ലം മുമ്പ് ഈ നിമിഷം എന്താ ഉണ്ടായേ ചോദിച്ചാൽ ഇന്നലെ ഈ നേരത്തെ എന്താ പറഞ്ഞേ കേട്ടേന്നും കൂടി ഓർമ്മയില്ലാതെ നമ്മളോട് ഇതൊക്കെ ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ആലോചിച്ചു. പക്ഷെ കുട്ടികൾ വൈകുന്നേരം കുടുംബത്തെത്തിയിട്ട് പറയണം, അമ്മയെ കൃഷ്ണൻ എന്നൊരു പാമ്പിനെ കൊന്നു കേട്ടോ. എവിടെ? 1 കൊല്ലം മുമ്പുണ്ടായ സംഭവമാണ്. അപ്പോൾ പരീക്ഷത്ത് രാജാവ് ചോദിക്കുക, എങ്ങനെയാണ് കുട്ടികൾക്ക് ഇത്ര ഒരു ഓർമ്മശക്തി കിട്ടിയത്?
അതൊന്ന് പറഞ്ഞു തരണേ എന്ന് പറഞ്ഞപ്പോഴാണ് ഭഗവാന്റെ വനഭോജനം എന്നുള്ള രംഗം ആണ് ഭാഗവതം അനുസ്മരിക്കുക. എല്ലാവരും കൂടി ഇന്ന് പോണു. അപ്പോൾ ഊണ് കഴിക്കാൻ ഒരു വിശപ്പ് എല്ലാവർക്കും കൃഷ്ണന്റെ അടുത്ത് ഊണ് കഴിക്കണം എന്നാണ്. ഭഗവാൻ എന്ത് ചെയ്തു? നടുക്കിൽ നിന്നു. മറ്റ് പൊക്കത്തിനനുസരിച്ച് മറ്റു കുട്ടികളെ തൻ്റെ ചുറ്റും ഭഗവാൻ നിർത്തി. ഇങ്ങനെ വിഭ്രദ്വീണം ജഠരപടയോ ശൃംഗവേത്രേജകക്ഷേവാമേ പാണോ മസൃണകപളം കൽഫലാന്യങ്കുലീഷു ഇഷ്ടൻ മധ്യേ സ്വപരിസുഹൃദോ ഹാസയൻ നർമ്മഭിസ്വൈഹി സ്വർഗേ ലോകേ മിഷതി ബുഭുജേയ ബാലകേളിഹി. എല്ലാവർക്കും ഭഗവാന്റെ അടുത്ത് നിൽക്കണത്രേ. അങ്ങനെയാണ് നിന്നത്. ഏകദേശം എങ്ങനെയാണ് ആ രംഗം എന്ന് ചോദിച്ചാൽ ബ്രഹ്മാവാണ് ആ രംഗം നമുക്ക് പറഞ്ഞു തരാം. ഹെലിക്കാം ഉപയോഗിക്കുന്ന സമ്പ്രദായപ്പെട്ടില്ലേ? നിങ്ങളുടെ മുകളിലേക്ക് പുറത്ത് വിട്ടാൽ അവിടെ മുകളിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കുക. തുടങ്ങിയ ആളെ ബ്രഹ്മാവാണ്. ബ്രഹ്മാവ് നല്ലൊരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് കാണിച്ചു തരാം. ഏതുപോലെ ഉണ്ട് എന്നാണെങ്കിൽ ഒരു താമരപ്പൂവ് വിരിയിച്ചു വെച്ചാൽ എങ്ങനെയുണ്ട് അതുപോലെ ഉണ്ട് അത്രേ. അതിൻ്റെ ഏറ്റവും നടുക്കിൽ അതിൻ്റെ കർണിക കാണാം, മഞ്ഞ നിറത്തില. ആ കർണികയുടെ സ്ഥാനത്ത് മഞ്ഞപ്പട്ടെടുത്ത ഭഗവാൻ കൃഷ്ണനാണ് നിൽക്കുന്നത്. പിന്നെ മറ്റു ബാലന്മാര് പൊക്കം കുറഞ്ഞ കുട്ടികൾ ചുറ്റുമുണ്ട്. അതിനേക്കാളും പൊക്കമുള്ള കുട്ടികൾ അതിന്റെ പുറമെ ഒരു വൃത്തമായിട്ട്, അതിനേക്കാളും പൊക്കമുള്ള കുട്ടികൾ അതിൻ്റെയും പുറമെ ഒരു വൃത്തമായിട്ട്, ഇങ്ങനെ വട്ടത്തിൽ നിന്നുകൊണ്ട് തമാശയൊക്കെ പറഞ്ഞുകൊണ്ട് ആണ് ഇവർ ഭക്ഷണം കഴിക്കണത്. ഈ പ്രപഞ്ചത്തിൽ നിന്നും ഉണ്ടായ, ഈ ഭൂമിയിൽ നിന്നും ഉണ്ടായ ഈ ഒരു ആനന്ദം സത്യലോകം വരെ എത്തിയെന്നാണ് ബ്രഹ്മാവ് ചിന്തിക്കുകയാണ്. ഈ ഭൂമിയിൽ നിന്ന് ഇത്ര ആനന്ദം ഈ സത്യലോകത്തിൽ അത് ഇവിടെ പോലും ഇല്ല. സ്വർഗേ സത്യേച കൈലാസേ വൈകുണ്ഠേ നാസ്ത്യയം രസഃ. സ്വർഗത്തിലോ സത്യലോകത്തിലോ കൈലാസത്തിലോ പോലും ഇല്ലാത്ത, വൈകുണ്ഠത്തിലോ പോലും ഇല്ലാത്ത ഒരു ആനന്ദം ഈ ഭൂമിയിൽ നിന്നും ഇവിടെ മുകളിലേക്ക് പ്രവഹിക്കണു. എന്താ അതിന് കാരണം എന്ന് ബ്രഹ്മാവ് നോക്കിയപ്പോഴാണ് ഈ രംഗം കണ്ടത്. അപ്പൊ തോന്നി ഈ ഒരു ആനന്ദം എപ്പോഴാണ് ബ്രഹ്മാവ് അനുഭവിച്ചത്? അന്ന് ഗോലോകത്തിലേക്ക് വിഷ്ണു കൂട്ടിക്കൊണ്ടുപോയി എല്ലാവരെയും കൂടി. അന്ന് അനുഭവിച്ചതാണ് ആനന്ദം. അതേ ആനന്ദമാണ് ഇന്ന് ഭൂമിയിൽ നിന്നും അനുഭവിക്കാൻ സാധിക്കുന്നത്. അല്ല, ജാതോ യദുഷു, ഭഗവാൻ വന്ന് ജനിക്കുന്നുണ്ട് എന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. അത് ഈ ഭഗവാൻ ആവുമോ എന്ന് സംശയമായി ആർക്ക്? ബ്രഹ്മാവിന്. ഈ ഭഗവാനാവാൻ വഴിയില്ല എന്നാണ് ആദ്യം. എന്താ കാരണം? അദ്ദേഹത്തിന് ഒരു പേരുണ്ട്, യജ്ഞഭുക്ക. എന്നുവെച്ചാൽ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള കർമ്മമായിട്ട് യാഗത്തിനെ പറയും. ആ യാഗാദികളിലൊക്കെ ഹവിർഭാഗം ഭഗവാൻ സമർപ്പിക്കുന്നു. ഭഗവാൻ വന്ന് സ്വീകരിച്ചു എന്ന് സങ്കല്പമുള്ളൂ. നേരിട്ട് വന്ന് സ്വീകരിക്കാറൊന്നുമില്ല. മഹാബലിയുടെ യാഗസദസ്സിൽ വന്നു, പൃഥുവിന്റെ 100ാമത്തെ യാഗത്തിൽ വന്നു, അതേപോലെ തന്നെ നാഭിയുടെ യാഗസദസ്സിൽ വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. മറ്റു യാഗങ്ങളിലൊന്നും ഭഗവാൻ നേരിട്ട് വരാറില്ല. അപ്പൊ അത്രയും വിശിഷ്ടമായിട്ടുള്ള യാഗത്തിന് സമർപ്പിക്കുന്നത് പോലും നേരിട്ട് വന്ന് സ്വീകരിക്കാറില്ല എന്നുള്ള ഭഗവാൻ ഇടയച്ചക്കന്മാരുടെ കൂടെ എങ്ങനെയൊക്കെയാ ഊണ് കഴിക്കുന്നത്? മറ്റു ഗോപബാലന്മാരെ കടിച്ച ഉരുള അതിന്റെ പകുതി താൻ തന്നെ വായിലേക്ക് വെക്കുന്നു. താൻ കടിച്ചത് മറ്റു ഗോപബാലന്മാരുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നു. തമാശ പറയുന്നു, ചിരിക്കുന്നു. അപ്പൊ സാധാ ഭഗവാനാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഇടയച്ചക്കന്മാരുടെ കൂടെ ഒന്ന് ഭക്ഷണം കഴിക്കില്ല, ഉറപ്പാണ്. പക്ഷെ ഭഗവാന്റെ ലോകത്തിൽ, ആ ഗോലോകത്തിൽ നിന്നുണ്ടായ ഒരു ആനന്ദമാണ് ഇവിടുന്ന് വരണത്. അതുകൊണ്ട് ഇത് ഭഗവാൻ തന്നെയാവില്ലേ? ബ്രഹ്മാവിന്റെ കാര്യം ലേശം കഷ്ടമാണ്. അങ്ങനെ പറയാൻ കാരണം നമുക്കൊക്കെ ഒരു തലയുള്ളൂ അല്ലേ? ഈ ഒരു തലയുള്ള നമുക്ക് സംശയം മാറിയിട്ടുള്ള നിലയില്ല, എപ്പോഴും സംശയമാണ്. അപ്പൊ 4 തലയുള്ള ബ്രഹ്മാവിന്റെ എത്രണ്ട് സംശയം ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കൂ. ബ്രഹ്മാവിന്റെ തലകൊണ്ട് പുകയാൻ തുടങ്ങി. സംശയം വന്നാൽ പിന്നെ എന്ത് വേണം? അത് തീർപ്പാക്കണം. സംശയാത്മാവ് വിനശ്ശേരി ഉറപ്പിക്കണ്ടേ? ബ്രഹ്മാവ് എന്ത് ചെയ്തു? ബ്രഹ്മാവ് ഈ പശുക്കള്, ഗോപാലന്മാർ ഊണ് കഴിക്കുമ്പോൾ പശുക്കൾ അവിടെ പുല്ലുന്നുകൊണ്ടിരിക്കുക. ആ പശുക്കളെ ഇവിടെ മോഷ്ടിച്ചു കൊണ്ടുപോയി. കൃഷ്ണ പശുക്കളെ കാണാനില്ല. ഏതോ ഒരു കൂട്ടുകാരൻ പറഞ്ഞപ്പോഴും നോക്കട്ടെ, ഞാൻ നോക്കിയിട്ട് വരാം, നിങ്ങൾ ഊണ് ഇവിടെ ഇരുന്നോളൂ കേട്ടോ എന്ന് പറഞ്ഞു. ഭഗവാൻ പശുക്കളെ നോക്കാൻ പോയി. അവിടെ പോയപ്പോൾ പശുക്കളെ കാണാനില്ല. ഇവിടെ വന്നപ്പോൾ കൂട്ടുകാരെ കാണാനില്ല. ഭഗവാന് കാര്യമൊക്കെ മനസ്സിലായി. സർവം വിധികൃതം, ഇതൊക്കെ വിധി തന്നെയാണ്. ഇതൊക്കെ വിധി തന്നെയാണ്. നമ്മളും പറയും ഓരോ അനുഭവം ഇതൊക്കെ വിധി എന്ന് പറയും. എന്താ വിധി എന്നുള്ളത് നോക്കട്ടെ. ഇതൊക്കെ ബ്രഹ്മാവിന്റെ കയ്യിലിരിപ്പാണ് എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ എന്ത് ചെയ്തു? എത്ര ഗോപബാലന്മാരുണ്ടോ, എത്ര പശുക്കളുണ്ടോ, അവർക്കൊക്കെ എത്ര ആഭരണങ്ങളുണ്ടോ, ഇങ്ങനെ എല്ലാ വേഷത്തെയും ഭഗവാൻ ഇവിടെ സ്വീകരിച്ചു എന്നാണ്. യാവൽ വത്സകാൽപകവപുഃ യാവൽ കരാംഘ്രിയാദികം യാവത് യഷ്ടി വിഷാണ വേണുദളശക്യാവൽ വിഭൂഷാംബരം യാവൽ ശീലഗുണാഭിതാകൃതിവയോ യാവത് വിഹാരാദികം
സർവം വിഷ്ണുമയം ഗിരോംഗവൽ അജസർവസ്വരൂപോ ബഹു. എല്ലാം ഭഗവാൻ തന്നെയാണ് എന്ന് പറയാറുണ്ടല്ലേ. അതാ കാണിച്ചു തന്നതേ. എത്ര ഗോപപാലന്മാരുണ്ടെന്ന് വെച്ചു നോക്കൂ. എല്ലാവർക്കും ഒരേ ഛായയാണോ? ഇല്ല, ഓരോരുത്തർക്കും ഓരോ ഛായ. അപ്പൊ ആ വിവിധങ്ങളായിട്ടുള്ള ഛായയിലതാ ഭഗവാനോട് വന്നു. ഛായ മാത്രമല്ല, സ്വഭാവം ഓരോരുത്തർക്കും ഓരോ രീതിയിലാവില്ലേ. ആ സ്വഭാവത്തോടു കൂടിയിട്ട് ഭഗവാൻ വന്നു. ശബ്ദവും ഓരോരുത്തർക്കും ഓരോ രീതിയിലാവും. ആ ശബ്ദത്തോടു കൂടി മാത്രമല്ല, അവരുടെ കയ്യിൽ ഏതൊക്കെ കളിപ്പാട്ടങ്ങളുണ്ടോ ആ കളിപ്പാട്ടങ്ങളുടെ വേഷത്തിലും, അവരുടെ കയ്യിൽ ഊണ് കഴിക്കാനായിട്ട് ചോറ് കൊണ്ടുപോയ എത്ര പാത്രങ്ങളുണ്ടോ ആ പാത്രത്തിന്റെ ഭാവത്തിലും, എത്ര പശുക്കളുണ്ടോ പശുക്കുട്ടികളുണ്ടോ ആ ഭാവത്തിലും, ആ പശുക്കുട്ടികളുടെ ശരീരത്തില് കയറുണ്ടാവും, മണിയുണ്ടാവും. ഈ എല്ലാ വേഷവും ഭഗവാൻ കിട്ടി. എന്തിനായി എല്ലാ വേഷവും കിട്ടിയത്? ഗോപപാലന്മാരുടെ വേഷം കിട്ടിയാൽ പോരെ? അവരുടെ കയ്യിലുള്ള കളിപ്പാട്ടങ്ങളും ആഭരണങ്ങളും ഒക്കെ ആവേണ്ട വല്ല കാര്യമുണ്ടോ ചോദിച്ചാൽ ഭഗവാൻ പറയും, ഇല്ലെങ്കിൽ തല്ല് കിട്ടിയാലോ എന്ന്. ഇവിടുന്ന് കാലത്ത് കളിക്കാൻ പോകുമ്പോഴേ കളിപ്പാട്ടം കൊണ്ടുപോയി, അല്ലെങ്കിൽ ഒരു ആഭരണം ഉണ്ടായിരുന്നു, തിരിച്ചു വരുമ്പോ കഴുത്തിലെ മാലയില്ലെങ്കിൽ ഈ അവരുടെ അമ്മ തല്ലില്ലേ? തല്ലിയ ആർക്കാ തല്ല് കിട്ടുക? ആ വേഷത്തിൽ വന്ന് ഭഗവാനിലെ തല്ല് കിട്ടുക. അതുകൊണ്ട് തല്ല് കിട്ടണ്ടെന്ന് ഇരിച്ചിട്ട് അവരുടെ ആഭരണങ്ങളുടെ വേഷത്തിലും ഭഗവാൻ ഇങ്ങനെ എല്ലാ വേഷങ്ങളെയും സ്വീകരിച്ച ഭഗവാൻ കളി തുടങ്ങി. വൈകുന്നേരമായി വീട്ടിൽ പോയി. പിറ്റേ ദിവസം കാലത്ത് വീണ്ടും വന്നു. വൈകുന്നേരം വരെ കളിച്ചു, തിരിച്ച് ഗൃഹത്തിലേക്ക് പോയി. ഇങ്ങനെ ഭഗവാൻ ഒരു ബുദ്ധിമുട്ടോടെ ഉണ്ടാക്കി, ഒരു തടസ്സം അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ബ്രഹ്മാവ് ഇവരൊക്കെ ഇങ്ങോട്ട് മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് എന്തായി? ഇനിയിപ്പോ അത് ഭഗവാനാണോ എന്ന് അറിയാൻ ഇപ്പൊ നോക്കിയാൽ പറ്റും. കാരണം എന്താ? ഈ കൂട്ടുകാരൊക്കെ ഞാൻ കൊണ്ടുവന്നുല്ലോ, പശുക്കളെയും കൊണ്ടുവന്നുല്ലോ. അയാൾ കഷ്ടപ്പെടുന്നുണ്ട് വെച്ചാൽ അയാൾ ഭഗവാനല്ല. ബ്രഹ്മാവൂടെ നോക്കുമ്പോ എന്താ? ആ പശുക്കളും കൂട്ടുകാരെല്ലാം അവിടെ ഉണ്ട്. ഒരു പശു കുട്ടി നല്ല വെള്ള നിറാണ്, അതിന്റെ വാല് മാത്രം കറുത്തിട്ട് അതിങ്ങനെ വാലാട്ടുന്നുണ്ട് ഭൂമിയിലെ. ബ്രഹ്മാവ് നോക്കുമ്പോ എന്താ? ഇതേപോലെ അവിടെയും ഒരു പശുക്കുട്ടി വാലാട്ടുന്നുണ്ട്. അപ്പോൾ ഒരു വിദ്വാൻ ഗോപപാലം വന്ന മൂക്കിന്റെ ഉള്ളിൽ വിരലിടുന്നുണ്ട്. നോക്കുമ്പോൾ അവിടെയും ഇതേപോലെ ഒരു മൂക്കിന്റെ ഉള്ളിൽ വിരലിടുന്നുണ്ട്. അപ്പൊ ബ്രഹ്മാവിന് തോന്നി, ഒന്ന് സത്യമാണ്, ഒന്ന് മിഥ്യയാണ്. ഇതിലേതാണ് സത്യം, ഏതാണ് മിഥ്യ എന്ന് ബ്രഹ്മാവിന് പോലും സംശയമായി. ബ്രഹ്മാവിന് പിന്നെ മനസ്സിലായി, ഭഗവാനെ താൻ പരീക്ഷിക്കാൻ ശ്രമിച്ചതുകൊണ്ട് ആണ് തനിക്ക് ഈ ഒരു മോഹത്തിൽ പെടേണ്ടി വന്നത് എന്ന് മനസ്സിലാക്കിയ ബ്രഹ്മാവ് കനകദണ്ഡമിവാഭിപത്യ ഭഗവാനെ നമസ്കരിച്ചു. അത്രേ. ഭഗവാനെ നമസ്കരിക്കൽ എങ്ങനെയാ വേണ്ടത്? സാധാരണ അമ്പലത്തിന്റെ മുമ്പിലൊക്കെ നമസ്കാരം എങ്ങനെയാ വേണ്ടത്? കനകദണ്ഡം, ഒരു വടി അങ്ങോട്ട് വെട്ടിയിട്ട് എങ്ങനെയാണ് വീഴ, അങ്ങനെയാ വേണ്ടത്. പണ്ടത്തെ ആൾക്കാരൊക്കെ അങ്ങനെ നമസ്കരിച്ചിരുന്നില്ലേ. ഇന്ന് അത് കുറക്കാലം കഴിഞ്ഞപ്പോൾ അത് പോയിട്ട് തല കുമ്പിടാന്നായി. ഇപ്പൊ അതും പോയി. എന്തായി? നമസ്കാരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇപ്പൊ അതും പോയി, ഒറ്റക്കൈ കൊണ്ടാണ്. ഇപ്പൊ അതുമില്ല, ഒരു വിരലുകൊണ്ട് ഇങ്ങനെ തോണ്ടും. ഈ മൊബൈൽ തോണ്ടി ശീലിച്ചിട്ടാ തോന്നുന്നത്. ഈ തോണ്ടല് മാത്രമാണ്, നമസ്കരിക്കലൊന്നും ഇല്ല. പോകും ബ്രഹ്മാവ് അങ്ങനെയല്ല. കനകദണ്ഡമിവാഭിപത്യ, ഒരു വടി വെട്ടിയിട്ട് അങ്ങനെയാണ് ബ്രഹ്മാവിന്റെ വീഴ്ച. അശ്വസുജലൈ അകൃതാഭിഷേകം, 4 തല 8 കണ്ണ്. 8 കണ്ണിൽ നിന്നും വരുന്ന ജലം കൊണ്ടും ഭഗവാന്റെ പാദങ്ങളെ അഭിഷേകം ചെയ്തുകൊണ്ട് നൗമീഡ്യത്തെ അഭ്രവപുഷേ തടിദംബരായ ഗുഞ്ചാവതം സപരിപിഞ്ചല സന്മുഖായ വന്യസ്രജേ കപളവേത്ര വിഷാണുവേണുലക്ഷ്മശ്രിയേ മൃദുപദേ പശുപ അംഗജായ. ഗോപപാലനായിട്ടുള്ള ഭഗവാനെ അവിടുത്തെ ഞാൻ നമസ്കരിക്കണു എന്ന് പറഞ്ഞ് ഇങ്ങനെ ഗംഭീര സ്തുതി. ആ സ്തുതിയിൽ ബ്രഹ്മാവ് പറയാണ്, ജ്ഞാനം കൊണ്ട് ഭഗവാനെ മനസ്സിലാക്കുക എന്നുള്ളത് എളുപ്പമല്ല. ജ്ഞാനേ പ്രയാസമുദപാസ്യ നമന്ത ഏവ ജീവന്തി സന്മുഖരിതാം ഭവതീയ വാർത്താം. ജ്ഞാനാദികളെ കൊണ്ട് മറ്റ് ഓരോരോ കാര്യങ്ങളെ പറയുമ്പോൾ അതിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നതാണ് എന്താ? ജ്ഞാനം. ആ ജ്ഞാനം കൊണ്ട് പോലും ഭഗവാനെ നേടാൻ എളുപ്പമല്ല എന്നാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ്? ഭക്തി കൊണ്ടേ ഭഗവാനെ നേടാൻ സാധിക്കുള്ളൂ. ഭക്തി അല്ലാതെ കണ്ട് മറ്റ് എന്ത് വഴിയിലൂടെ ആയാലും ഭഗവാനെ നേടാൻ ശ്രമിച്ചാലും അവന്റെ പ്രവൃത്തി ഏതുപോലെയാണ്? സ്ഥൂല തുഷാവഘാതിനാം ആണ്. എന്ന് വെച്ചാൽ എന്താ? ഉമി കുത്തണ പോലെ അത്രേ. നെല്ല് കുത്തിയ ഗുണമുണ്ട്. എന്താ ഗുണം? അരി കിട്ടും. ഉമി കുത്തിയ വല്ല ഗുണമുണ്ടോ? ഒരു ഗുണമില്ല. അപ്പൊ ഭക്തി ഇല്ലാതെ കണ്ട് മറ്റേത് പ്രവൃത്തിയിലൂടെ ഭഗവാനെ നേടാൻ ശ്രമിച്ചാലും, ഇവിടെ ഭഗവാനെ നേടാൻ ശ്രമിക്കുക എന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഭഗവാൻ ആരാണ്?
ആനന്ദസ്വരൂപനാണ്. ആനന്ദോ ബ്രഹ്മേതി വിജാനാൽ എന്ന് ഉപനിഷത്തിൽ പറയും. അപ്പൊ ജീവിതത്തിൽ ആനന്ദം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ സന്തോഷം, സുഖം, സമാധാനം എന്നുള്ള ഓരോരോ പദങ്ങളിലൂടെ ഇവിടെ നാം പറയണത് എന്തിനെയാണ്? ഈ ആനന്ദത്തിനെയാണ്. അപ്പോ ഈ ഒരു ആനന്ദ സ്വരൂപനാണ് ആര്? ഭഗവാൻ. ഇവിടെ ഭഗവാനെ നേടാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭഗവാനൊന്നും വേണ്ട, എനിക്ക് കുറച്ചു കാലം സുഖമായിട്ട് ജീവിച്ചാൽ മതി. ആ സുഖം തന്നെയാണ് ആര്? ഭഗവാൻ. അപ്പോ ഈ ഒരു ആനന്ദം കിട്ടാൻ, ഈ ഒരു ഭഗവാനെ നേടണം എന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് ഭക്തിയല്ലാതെ കണ്ട മറ്റേത് ഭാവത്തിലൂടെ ശ്രമിച്ചിട്ടും കാര്യമില്ല. സ്ഥൂലതുഷാ നാന്യല്യഥാ സ്ഥൂലതുഷാവഘാതിനം, അതൊക്കെ ഉമിക്കുത്തുന്നത് പോലെ മാത്രമേ ആയിത്തീരുള്ളൂ. ശ്രേയശ്രുതിം ഭക്തിമുദസ്യതേ വിഭോ ക്ലിശ്യന്തിയേ കേവലബോധലബ്ധയേ തേഷാമസൗ ക്ലേശല ഏവ ശിഷ്യതേ നാന്യല്യഥാ സ്ഥൂലതുഷാവഘാതിനാം. അതുകൊണ്ട് ഭക്തി തന്നെയാണ് വേണ്ടത്. പുരേഹഭൂമൻ ബഹവോ വിയോഗിനഃ ത്വദർപ്പിദേഹ നിജകർമ്മലബ്ധയാ. ഇവിടെ അദ്ദേഹത്തിന് വിധി എന്നൊരു പേരുണ്ട്. ആർക്കാ? ബ്രഹ്മാവിന്. സാധാരണ നമ്മൾ വിധി എന്ന് പറഞ്ഞാൽ വേറൊരാളാണെന്ന് ഇരിക്കും. ഒന്നുമല്ല, വിധി എന്ന വേറൊരാളല്ല. നമ്മുടെ ഇന്നലത്തെ കർമ്മങ്ങളാണ് നമുക്ക് ഇന്ന് അനുഭവങ്ങളായി വരുന്നത് എങ്കിൽ ഇതൊക്കെ എൻ്റെ വിധിയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ വിധി കർത്താവ് ആരാ? ഞാൻ തന്നെയാ, വേറെ ആരുമില്ല. പക്ഷെ നമുക്കങ്ങനെയല്ലല്ലോ. നമ്മളെ വിധിക്കുന്ന ആള്, നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുന്ന ആള് വേറൊരാളാണെന്നാണ് നമ്മുടെ ധാരണ. അതുകൊണ്ട് പ്ലീസ് വോട്ട് ഫോർ മീ. എൻ്റെ ഭാവി നിങ്ങളുടെ കയ്യിലാണ്. ഒന്നുമില്ല, നമ്മളൊന്നും നമ്മുടെ ഭാവി നാട്ടുകാരുടെ കയ്യിലേക്ക് വിട്ടുകൊടുക്കുകയല്ല വേണ്ടത്. നമ്മുടെ വിധികർത്താക്കള് നമ്മളായിരിക്കണം, നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നത് നമ്മളായിരിക്കണം, ഒരിക്കലും മറ്റൊരാളല്ല എന്നർത്ഥം. എന്തായാലും ഇവിടെ ഇദ്ദേഹത്തിന് വിധി എന്നൊരു പേരുണ്ട്. ആർക്കാ? ബ്രഹ്മാവിന്. എന്താ കാരണം? വിധിക്കാൻ അധികാരമുള്ള ഒരാളാണ്. ഭഗവാനിൽ നിന്നും ആദ്യം ഉണ്ടായ ആളാണ് ആര്? ബ്രഹ്മാവ്. ആ ബ്രഹ്മാവാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. ആ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളാണ് നമ്മളെല്ലാവരും. അപ്പൊ നമ്മളൊക്കെ ഇന്ന പോലെയാണ് ജീവിക്കേണ്ടത് എന്ന് വിധി കൽപ്പിക്കാൻ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിന്റെ സ്ഥാനത്തിരിക്കുന്ന ആളാണ്. അവിടുന്ന് ഒരു വിധി വന്നാൽ ഒറ്റയടിക്ക് മാറ്റാൻ എളുപ്പമാണോ? അല്ല. അപ്പൊ അദ്ദേഹം ഇങ്ങോട്ട് വിധിച്ചു. ബ്രഹ്മാവ് എന്താ വിധിച്ചത്? ബ്രഹ്മാവ് പറയാണ്, ഇനിയിപ്പോ ഇതിന്റെ മുകളിൽ വേറെ അപ്പീലൊന്നും കൊടുത്തിട്ട് കാര്യമില്ല. ഇത് അവസാനത്തെ തീരുമാനമാണ്. ചിലപ്പോ ചില വിധിയൊക്കെ വന്നാൽ അപ്പീല് കൊടുത്താലും മാറ്റം വരുമോ നോക്കാം. പക്ഷെ അത് അങ്ങനെ ഒരു മാറ്റം വരില്ല. വിബുദ്ധിയ. ബ്രഹ്മാവ് പറയണു, എനിക്ക് പൂർണ്ണ ബോധം വന്നിട്ടാണ് ഞാൻ പറയുന്നത്. ഇതിലൊരു തർക്കത്തിന് അവകാശമില്ല. വിബുദ്ധിയ എന്ന് ബ്രഹ്മാവ് എടുത്തു പറയുന്നു. ഈ ബോധം എങ്ങനെയാ വന്നതെന്ന് ചോദിച്ചാൽ അനവധി ആളുകൾ വന്നു അത്രേ ബ്രഹ്മാവിന്റെ സദസ്സിലേക്ക്. വിധിക്കാൻ യോഗ്യതയുള്ള ആള് ബ്രഹ്മാവാണ്. വക്കീലന്മാരായിട്ടുള്ള മറ്റ് ദേവന്മാരും ഋഷീശ്വരന്മാരൊക്കെ ഉണ്ട്. അവരൊക്കെ വാദിക്കാൻ തുടങ്ങി. ഒരാള് ജ്ഞാനത്തിന് വേണ്ടി വാദിച്ചു, ഒരാള് ഓരോരുത്തരും ഓരോന്നിനു വേണ്ടി അങ്ങനെ വാദിച്ച ഈ വാദമെല്ലാം കേട്ടിട്ടാണ് അവസാനം ബ്രഹ്മാവ് എഴുതി വെച്ചത് വിബുദ്ധിയ. ഈ ബോധത്തിലാണ് ബ്രഹ്മാവ് എഴുതിയത്. എന്തേ ബ്രഹ്മാവ് എഴുതി വെച്ചത്? ഭക്തിയൈവ കഥോപനീതയാ പ്രഭേതിരഞ്ജോച്യുത തേ ഗതിം പരാം ഗതിം. അങ്ങയിലേക്കുള്ള ഒരു യാത്ര, അങ്ങയിലേക്ക് എത്തിച്ചേരല, പരമമായിട്ടുള്ള ഗതി. ആ പരമമായിട്ടുള്ള ഗതി എങ്ങനെയാ നമുക്ക് നേടാൻ സാധിക്കുക എന്നാണെങ്കിൽ ഭക്തിയൈവ അഞ്ജഹ തേ പരാം ഗതിം പ്രപേതിരേ അച്യുത. അല്ലയോ അച്യുതനായിട്ടുള്ള ഭഗവാനെ, ച്യുതിയില്ലാത്തവനെ, നാശമില്ലാത്തവനെ, ആ നാശരഹിതമായിട്ടുള്ള ആ ഒരു പദത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ അത് ഏതുകൊണ്ടേ സാധിക്കുള്ളൂ? ഭക്തിയാ ഏവ. ഭക്തി കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. ആ ഭക്തി കൊണ്ടാണെങ്കിൽ എന്തേ ഗുണം? മറ്റ് ഓരോരോ വഴികളുണ്ടെങ്കിലും ആ വഴികളെ പറയുന്നുണ്ടെങ്കിലും പലരും പല പല വഴിയെ പറയണു. പക്ഷേ അതൊക്കെ വളരെയധികം ക്ലിഷ്ടങ്ങളായിട്ടുള്ള ഒന്നാണ്. എന്നാൽ ലേശം പോലും കഷ്ടപ്പാടില്ലാതെ ഒരിക്കലും നാശമില്ലാത്തതായിട്ടുള്ള ആ ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ അത് ഭക്തി കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ എന്ന് ബ്രഹ്മാവ് പോലും ഇതാ നമുക്ക് ഇവിടെ പറയുകയാണ്. വിബുദ്ധ്യ ഭക്തൈവ കഥോപനീതയാ പ്രഭേതിരഞ്ജോച്യുതേ ഗതിം പരാം. ഈയുള്ളവനും ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ ആണ് ഭഗവാനെ ആഗ്രഹം. അതുകൊണ്ട് ഭഗവാനെ ഏതൽ
ഋഷീക ചഷകൈഹി അസകൃൽ പിബാമ. ഞങ്ങളും കുടിച്ചോളാം. എങ്ങനെ കുടിക്കണമെങ്കിൽ എന്ത് വേണം? കുടിക്കണമെങ്കിൽ അത് ആക്കാൻ പാകത്തിനൊരു പാത്രം വേണം അല്ലേ? ഞങ്ങളും കുടിച്ചോളാം ഭഗവാനെ. അവിടുത്തെ എങ്ങനെയാ ഭഗവാനെ കുടിക്കുക? ഏത് പാത്രത്തിലാക്കിയിട്ടാ ഭഗവാനെ കുടിക്കുക എന്നാണെങ്കിൽ ഋഷീക ചഷകൈഹി അസകൃൽ, ഞങ്ങള് ഋഷീകങ്ങളാകുന്ന ചഷകങ്ങളെ കൊണ്ട് നിരന്തരം അവിടുത്തെ കുടിച്ചോളാം, അവിടുത്തെ പാനം ചെയ്തോളാം. ഋഷീകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ചഷകം എന്ന് പറഞ്ഞാൽ എന്താ? ചഷകം എന്ന് വെച്ചാൽ പാനപാത്രം, ഗ്ലാസ് എന്നൊക്കെ പറയാം. ഋഷീകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ദ്രിയങ്ങളും മനസ്സും. അതാണ് ഇന്നലെ പറഞ്ഞു. മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലേ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലേ, വിളിച്ചോളൂ ഋഷികേശ 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 എന്ന് വിളിച്ചോളൂ, അദ്ദേഹം തന്നെ നിയന്ത്രിച്ചോളൂ. അപ്പോ ഇന്ദ്രിയങ്ങളാകുന്ന പാനപാത്രങ്ങളെ കൊണ്ട് ഞങ്ങൾ അങ്ങയെ പാനം ചെയ്തോളാം എന്നുള്ള തന്നെയാണ്. ആ ഇന്ദ്രിയങ്ങളാകുന്ന പാനപാത്രങ്ങളെ കൊണ്ട് ഭഗവാനെ ആസ്വദിക്കുന്നവരെയാണ് എന്ത് പറയാ? ഗോപിക. അപ്പൊ ബ്രഹ്മാവ് ആഗ്രഹിക്കണം എന്താ അറിയോ? ഭഗവാനെ എന്നെ ഒരു ഗോപികയാക്കി മാറ്റൂ എന്നാണ് ബ്രഹ്മാവ്. ആ ഗോപികയായിട്ട് ഞാൻ ഈ വൃന്ദാവനത്തിൽ കഴിഞ്ഞു കൂടിക്കോട്ടെ എന്നാണ് ബ്രഹ്മാവിന്റെ ചോദ്യം. എവിടെയുള്ള ബ്രഹ്മാവാണ്, എങ്ങനെയുള്ള ബ്രഹ്മാവാണെന്ന് ആലോചിക്കണം. സത്യലോകം എന്ന ലോകം 14 ലോകങ്ങളാണ് ഉള്ളത് പറയും. അതിൽ ഏറ്റവും മുകളിലത്തെ ലോകമാണ് ഏത് ലോകം? സത്യലോകം. ആ ഏറ്റവും മുകളിലത്തെ ലോകമായിട്ടുള്ള സത്യലോകത്തില് പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവ്, ലോകത്തിലെ നമ്പർ 1 എന്നറിയപ്പെടുന്ന ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണ് ആര്? ബ്രഹ്മാവ്. ആ ബ്രഹ്മാവാണ് ഭഗവാനോട് പറയണത്. ഭഗവാൻ ഒരു കടലാസ് കൊടുത്തു. ഇതെന്താ കടലാസ്? അല്ല, ഞാൻ പിരിഞ്ഞു പോണേന്റെ അത്രയൊന്നും ആയിട്ടില്ലല്ലോ, ഞാൻ VRS എടുത്തു എന്നാ. VRS എടുത്ത എന്നിട്ട് വല്ല പ്രൈവറ്റ് കമ്പനിയിലും ജോലിക്ക് പോകാനാണോ? ഒന്നുമില്ല. പിന്നെ എന്തിനാ താൻ ഇപ്പോ തന്റെ കാലാവധി ആവണേന് മുമ്പ് എന്തിനാ ഒഴിഞ്ഞു പോണേ ചോദിച്ചാൽ, എങ്ങടാ പോണേ ചോദിച്ചാൽ വേറെ ഒന്നുമല്ല ഭഗവാനെ, എനിക്ക് ആ ബ്രഹ്മാവിന്റെ സ്ഥാനം വേണ്ട, എനിക്ക് ആ സത്യലോകം വേണ്ട, എന്നെ വൃന്ദാവനത്തിലൊരു ഗോപികയാക്കി മാറ്റിയാൽ മതി. വൃന്ദാവനത്തിലെ ഗോപികയുടെ മഹിമ എത്രയുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. ബ്രഹ്മാവിനോളം ഉയരത്തിലൊന്നും വേറെ ആരും എത്തിയിട്ടില്ലല്ലോ. ഏറ്റവും ഉയരത്തിലുള്ള ബ്രഹ്മാവാണ് പറയണത്, ഭഗവാനെ എന്നെ ഒരു ഗോപികയാക്കി മാറ്റൂ. ഗോപികയ്ക്കാണ് മാറണമെങ്കിൽ എത്രണ്ണം പുണ്യം വേണമെന്ന് ആലോചിച്ച് നോക്കൂ. എന്നാ വേണ്ട, ഒരു ഗോപാല ബാലനായിട്ട് എന്നെ മാറ്റൂ. ഇനിയിപ്പൊ അതും പറ്റില്ലെങ്കിൽ വൃന്ദാവനത്തിലെ ഒരു പശുവായിട്ടെങ്കിലും എന്നെ മാറ്റൂ. നിങ്ങൾ അതും വേണമെന്നില്ല. എന്താ? ബ്രഹ്മാവ് ഇവിടെ വന്നിട്ട് വൃന്ദാവനവാസികളുടെ ഭാഗ്യത്തെ കണ്ടുപോയി. ആ ഭാഗ്യത്തെ നമസ്കരിച്ചിട്ടാണ് അഹോഭാഗ്യം അഹോഭാഗ്യം നന്ദഗോപവ്രജൗകസാം യൻ മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മ സനാതനം. അവിടെയാണെങ്കിലേ അടുത്തേക്ക് പോകാൻ തന്നെ പറ്റില്ല. കാവൽക്കാരോടെ ഒന്ന് കാണാൻ വന്നിട്ടുണ്ടെന്ന് ഒന്ന് പറയുമോ? നോക്കട്ടെ. അവരുടെ സൗകര്യം പോലെ ഭഗവാന്റെ അടുത്ത് പോയി പറഞ്ഞ് സമ്മതം കിട്ടിയാൽ പോവാ ഭഗവാന്റെ അടുത്തേക്ക്. എന്നിട്ട് വല്ലാണ്ട് അടുത്തേക്ക് പോകാൻ പറ്റില്ല. ഒരു വര വരച്ചിട്ടുണ്ട്, കൊറോണ കാലത്ത് വട്ടം വരയ്ക്കാറുള്ള പോലെ, അതിൻ്റെ അപ്പുറത്തേക്ക് വരരുത്, അവിടെ നിന്നാ മതി. എന്നിട്ട് ഭഗവാനെ നോക്കി നമ നമ ജയ ജയ അത്ര തന്നെയുള്ളൂ, വേറൊന്നും പറ്റാറില്ല. എന്നാൽ ഇവിടെ നോക്കൂ, കൃഷ്ണനെ ചില ആളുകളെ ഒക്കത്തിരുത്തുന്നു, ചില കൂട്ടുകാരെ കൃഷ്ണന്റെ മേലേക്ക് അങ്ങോട്ട് ചാടി കയറുന്നു എന്ന് വേണ്ട. ഇങ്ങനെ ഓരോരോ നിലയ്ക്കാണ് ഭഗവാനെ ആസ്വദിക്കുന്നത്. ഇങ്ങനെ ഭഗവാനെ ആസ്വദിക്കാൻ സാധിക്കുന്ന വൃന്ദാവനവാസികളുടെ ഭാഗ്യമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭാഗ്യം എന്ന് മനസ്സിലാക്കിയിട്ടാണ്. അപ്പോ ഒരു ഗോപികയായിട്ട് മാറാൻ പറ്റുന്നില്ല അച്ചാൽ, ഒരു ഗോപാല ബാലനായിട്ട് മാറാൻ പറ്റുന്നില്ല അച്ചാൽ, ഒരു പശുവായിട്ട് മാറാൻ പറ്റുന്നില്ല അച്ചാൽ, തൽഭൂരിഭാഗ്യമിഹ ജന്മകിമപ്യടവ്യാം യൽ ഗോകുലേപി കഥമാംഘ്രിരജോഭിഷേകം യജ്ജീവിതം ദുനിഖിലം ഭഗവാൻ മുകുന്ദസ്ത്വദ്യാപി യൽ പദരജ ശ്രുതിമൃഗ്യമേവ. എന്നാ ഭഗവാനെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഇതൊന്നും വേണ്ട എനിക്ക്. പിന്നെ ഇനി എന്താ പറയാനുള്ളത്? വൃന്ദാവനത്തിലൊരു പുല്ലായിട്ട് എന്നെ മാറ്റാൻ പറ്റുമോ? ചോദിക്കുന്ന ആൾ ആരാന്ന് ആലോചിച്ച് നോക്കൂ. ഏറ്റവും മുകളിലുള്ള സത്യലോകത്തിന്റെ അധിപനായിട്ടുള്ള ബ്രഹ്മാവാണ് പറയണത്, എന്നെ വൃന്ദാവനത്തിൽ ഒരു പുല്ലാക്കി മാറ്റൂ ഭഗവാനെ. വൃന്ദാവനത്തിലെ പുല്ലായി മാറിയാൽ എന്താ? മുല്ലാസ്ത്രം പണിയുന്ന നിന്റെ തിരുമൈ കാണാം, വിഷാദങ്ങളെ പുല്ലാക്കും പദരേണു
മൗലിയിൽ അണിഞ്ഞാനന്ദവും നേടിടാം. ജന്മാന്തം തവ ഗോഗണത്തിനു നിവേദിക്കാം ശരീരം. വെറും പുല്ലായാൽ മതിയായിരുന്നു. വെറും 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 പുല്ലായാൽ മതിയായിരുന്നു. യമുനാ തീരത്തിലെ കാട്ടിൽ ഞാൻ. അങ്ങനെ വൃന്ദാവനത്തിലൊരു പുല്ലായി മാറാൻ സാധിച്ചാൽ ഭഗവാൻ കൂട്ടുകാരോട് കൂടിയിട്ട് പശുക്കളെ മേച്ചും ഓടിച്ചാടി കളിച്ചും അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഭഗവാന്റെ ആ സ്വരൂപത്തെ കാണാൻ സാധിക്കും. കുട്ടികൾ പാടുന്ന ഭഗവാന്റെ ഗാഥകളെ കേൾക്കാനായിട്ട് സാധിക്കും. ഭഗവാന്റെ കാലെന്നും എഴുന്ന പദരജഹ, ആ പാദരജസ് ഏറ്റുവാങ്ങാനായിട്ട് സാധിക്കും. ഇതെല്ലാം കഴിഞ്ഞ അവസാനോ ഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പശുക്കളെ, ഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പശുക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണമായി മാറാൻ തനിക്ക് സാധിക്കുമല്ലോ. അതുകൊണ്ട് വെറും പുല്ലായാൽ മതിയായിരുന്നു. യമുനാ തീരത്തിലെ കാട്ടിൽ ഞാൻ. അപ്പൊ ആ വൃന്ദാവനത്തിന്റെ മഹിമ എത്രണ്ട് വാക്കുകളെ കൊണ്ട് പറഞ്ഞറിയിക്കാൻ ഒരാൾക്കും സാധിക്കില്ല. ആ ബ്രഹ്മാവ് പോലും ഇങ്ങനെ പറയണു എങ്കിൽ ആ വൃന്ദാവനത്തിന്റെ മഹിമ എത്രണ്ടുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോ ആ വൃന്ദാവനത്തിൽ തന്നെ നിൽക്കാനാണ് ബ്രഹ്മാവ് തന്റെ ലോകമായിട്ടുള്ള സത്യലോകത്തില് ആയിരക്കണക്കിന് വർഷങ്ങൾ തപസ് ചെയ്തുത്രേ. എന്തിനു വേണ്ടിയിട്ടാ? എൽ പാദ, രാധാദേവിയുടെ കാലിലെ 10 വിരലുകളിലെ 10 നഖങ്ങളിലെ ഏതെങ്കിലും ഒരു നഖത്തിന്റെ തുമ്പെങ്കിലും തനിക്ക് സ്വപ്നത്തിലെങ്കിലും കാണാൻ സാധിക്കണേ എന്ന് മോഹിച്ചിട്ട് ബ്രഹ്മാവ് തന്റെ ലോകത്തിൽ 10,000 കൊല്ലം തപസ് ചെയ്തു. ബ്രഹ്മാദിഭി അദൃഷ്ട. പക്ഷെ ബ്രഹ്മാവിന് പോലും സത്യലോകത്തിൽ കാണാൻ പറ്റിയില്ല. അത്രയും കാലം ആ സത്യലോകത്തിൽ തപസ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഒന്ന് വൃന്ദാവനത്തിലേക്ക് വരാൻ ബ്രഹ്മാവിന് പോലും സാധിച്ചത്. എന്നിരിക്കെ ആ വൃന്ദാവനത്തിൽ ജനിച്ച് അവിടെ തന്നെ ജീവിക്കാൻ സാധിക്കുന്ന മഹാത്മാക്കളെ ചിന്തിച്ചു നോക്കൂ. ഇന്ന് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ ശരീരത്തിനെ കാണുന്ന പോലെ അവിടെയുള്ള കേവലം ശരീരങ്ങളെയല്ല കാണേണ്ടത്. അവിടെ തന്നെ ബ്രഹ്മാവിന് പോലും ഇത്രയും കാലത്തെ കഠിന തപസ് കൊണ്ട് ഇത്ര മാത്രമേ സാധിച്ചുള്ളൂ എങ്കിൽ ആ വൃന്ദാവനത്തിൽ ജനിക്കാൻ സാധിച്ച മഹാപുണ്യവാന്മാര്, മഹാഭാഗ്യശാലികള്, അവരുടെയൊക്കെ ആ പുണ്യത്തിനെ കുറിച്ച് വൃന്ദാവനത്തിന്റെ മഹിമ പറയുന്നതിന്റെ ഒപ്പം തന്നെ അവരുടെ പുണ്യം, അവരുടെ ഭാഗ്യം, അതിനൊക്കെ നമ്മൾ എത്ര പറഞ്ഞാലും അത് പൂർണ്ണമായി പറഞ്ഞു തീർക്കാൻ ഒരാളെ കൊണ്ടും സാധിക്കില്ല. അതുകൊണ്ട് ഭാഗവതം പറയാം, നമ്മളൊക്കെ ആഗ്രഹിക്കാൻ സാധിക്കുന്ന ആൾക്കാരാണ്. അതിനെ പ്രത്യേകിച്ച് ആരും പഠിപ്പിക്കുന്നു വേണ്ട അല്ലേ? എത്ര കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. ആ നമ്മളോടും ഭാഗവതം പറയാണ്, എന്നാൽ കൊതിച്ചോളൂ, പുണ്യ വൃന്ദാവനത്തിലേക്ക് എത്തിച്ചേരാൻ കുറച്ചു നേരമെങ്കിൽ, കുറച്ച് ദിവസമെങ്കിൽ അത്രയെങ്കിലും ആ വൃന്ദാവനത്തിൽ നിൽക്കാൻ സാധിച്ചാൽ അത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യമായിട്ടുള്ളത്. അതിനുവേണ്ടി കൊതിച്ചോളൂ, ആഗ്രഹിച്ചോളൂ എന്ന ഭാഗവതം നമ്മളോട് പറയുമ്പോൾ ഭക്തന്മാരും ഒക്കെ പറയും, വൃന്ദാവനവാസികളും പറയും, അങ്ങനെ മോഹിച്ചോളൂ, വിരോധമില്ല. ആ മോഹം വേഗമായി തീരണമെങ്കിൽ ഒരു കാര്യം കൂടി ചെയ്തോളൂ, രാധാദേവിയെ സേവിച്ചോളൂ പറയും. രാധാദേവിയുടെ സമ്മതമുള്ളവർക്കേ വൃന്ദാവനത്തിൽ എത്താൻ പറ്റുള്ളൂ എന്നുകൂടി ഇന്നും വൃന്ദാവനവാസികൾ പറയും. അതുകൊണ്ടാണ് അവര് രാധേ രാധേ ജപുച്ചലേ ആയെങ്കിൽ വിഹാരി, രാധേയുടെ നാമം ജപിച്ചു പോക്കുള്ളൂ, എന്നാൽ ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് വരും, വൃന്ദാവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും എന്നാണ്. എന്തായാലും ഈ ബ്രഹ്മാവ് അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ആ കുട്ടികളെ ബ്രഹ്മാവോട് തന്നെ കൊണ്ടുകൊടുത്തു. ഇതിനിടയ്ക്ക് 1 കൊല്ലം കഴിഞ്ഞു പോയിരുന്നു. ബ്രഹ്മാവിന് അവിടുത്തെ ഒരു ദിവസം പോലും ആയിട്ടില്ല. അവിടുത്തെ കണക്ക് വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇവിടെ 1 കൊല്ലം കഴിഞ്ഞു പോയി. പക്ഷെ ഈ 1 കൊല്ലം കഴിഞ്ഞു പോയത് ആരറിഞ്ഞില്ല? കുട്ടികൾ അറിഞ്ഞില്ല. അതുകൊണ്ടാണ് 1 കൊല്ലം കഴിഞ്ഞിട്ട് അമ്മേ എന്ന് കൃഷ്ണൻ ഒരു വലിയൊരു പാമ്പിനെ കൊന്നു കിട്ടോ എന്ന് 1 കൊല്ലം കഴിഞ്ഞിട്ട് പറയാനായിട്ട് കാരണം എന്നിവിടെ പറയാണ്. പിന്നീട് അങ്ങനെയുള്ള ഓരോരോ ലീലകളൊക്കെ പറഞ്ഞു പോകുമ്പോഴാണ് കാളിയമർദ്ദനം എന്ന രംഗത്തെ നമ്മളെ സംബന്ധിച്ച ഭഗവാന്റെ ലീലകൾ എത്ര പറഞ്ഞാലും കഴിയാത്തതാണെങ്കിലും ആവശ്യമില്ലാണ്ട് സൂചി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അതാണ് നമ്മുടെ ഒരു പ്രശ്നം. എന്നാൽ ഈ ചില കഥകൾ അത് പറഞ്ഞില്ലെങ്കിലും പ്രശ്നം, ചിലത് പറഞ്ഞാലും പ്രശ്നം.
ഈ ചിലത് പറയുമ്പോഴാണ് സമയം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ചിലത് പറയാൻ പറ്റാത്ത അവസ്ഥയാവും. ഇപ്പോൾ അനവധി കഥകളിലൂടെ സഞ്ചരിച്ച് പിന്നീട് നമുക്കതാ ഭഗവാൻ കാളിയനെ അനുഗ്രഹിച്ച ആ കഥയിലേക്കാണ് എത്തിച്ചേരാൻ സാധിക്കുക. ആ ഒരു കഥ എടുത്തു പറയാൻ കാരണം എന്താ വെച്ചാൽ വൃന്ദാവനത്തിന്റെ മറ്റൊരു മഹിമ കൂടി അവിടെ വർണ്ണിക്കാൻ വേണ്ടിയിട്ടാണ്. കാളിയമോക്ഷം എന്നുള്ള കഥയും എല്ലാവർക്കും അറിയാവുന്ന കഥയാണല്ലേ. ഒരിക്കൽ ഭഗവാൻ കൂട്ടുകാരോടൊത്ത് പശുക്കളെയും വെച്ച് നടക്കുന്ന സമയത്താണ് അതിൽ ചില പശുക്കൾക്കും കൂട്ടുകാർക്കും ദാഹം തോന്നി. അവർ കാളിന്തിയിലെ വെള്ളം കുടിച്ചു. ഈ കാളിന്തിയിലെ വെള്ളം കുടിച്ച ഗോപബാലന്മാരെ മരിച്ചു വീണു, കുട്ടികൾ പശുക്കൾ ചത്ത് വീണു. ഇത് കണ്ടതോടുകൂടിയിട്ട് കൃഷ്ണ അങ്ങനെയൊക്കെ അപകടം വന്നു എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്തു? പശുക്കൾ കുറെ ചത്തു പോയില്ലേ, കൂട്ടുകാർ കുറെ മരിച്ചുല്ലേ, ഞാൻ എപ്പോഴും കാര്യം ചെയ്യാം. എന്താ ചെയ്തത്? വേഗം ഉത്തരി അങ്ങോട്ട് കഴുത്തുനിന്ന് എടുത്തു, അരയിലും മുറുക്കി അങ്ങോട്ട് കെട്ടി ഓടക്കോയിൽ അതിലൂടെ തിരികെ വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? കൃഷ്ണ കദംബമധിരുഹ്യ അവിടെ കൊണ്ടൊരു മരത്തിന്റെ മുകളിലേക്ക്. എന്താ അപ്പൊ മരത്തിന്റെ കൃഷ്ണ ഇനി ബാക്കി കളിയൊക്കെ നാളെ ആവാം, സന്ധ്യയായി. ഇന്ന് മാത്രമല്ല വലിയൊരു പ്രശ്നമാണ് നമ്മൾ തിരിച്ചു ചെല്ലുമ്പോൾ ഈ അവസ്ഥ അറിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളെ മറ്റുള്ളവർ ചീത്ത പറയാ ശിക്ഷിക്കുക എന്നറിയില്ല. അതുകൊണ്ട് കൃഷ്ണ കളിയൊക്കെ നാളെ ആവാം, ഞാൻ കളിക്കാനല്ല കയറുന്നത്. കളിക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാ കൃഷ്ണ മരത്തിന്റെ മുകളിൽ കയറണത്? ഞാൻ കുളിക്കാനാ കയറണത്. കുളിക്കാൻ മരത്തിന്റെ മുകളിലേക്കാണോ? ബാത്റൂമിലേക്കല്ലേ കയറേണ്ടത്? അതല്ലേ. ഈ മരത്തിന്റെ മുകളിൽ കയറിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ? കാളിന്തിയിലേക്ക് ചാടും. അപ്പോൾ മുകളിലൊന്ന് ചാടി അത്രയും അടിയിലേക്ക് എത്താം. അപ്പോൾ വെള്ളത്തിന്റെ അടിയിൽ അത്രയും തണുപ്പുണ്ട്. അങ്ങനെ ഞാനൊന്ന് ചാടാൻ നിൽക്കുമ്പോഴാണ് ആറ്റയിലേക്ക് അച്യൂത ചാടൊല്ലേ ചാടൊല്ലേ വേണ്ട ആട്ടോ എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ വന്നെങ്കിലും കൃഷ്ണൻ അത് കേട്ടില്ല. ആ മരത്തിന്റെ മുകളിൽ നിന്ന് ഒറ്റ ചാട്ടമാണ്. കാളിന്തി ആകെ കൂടെ ഒന്ന് അനങ്ങിത്രേ, കലങ്ങി മറഞ്ഞു. തന്റെ സാമ്രാജ്യത്തിൽ വന്നവൻ ആര് എന്നറിയാൻ കാളിയൻ തലപൊക്കി നോക്കുമ്പോഴാണ് തം പ്രേക്ഷണീയ സുകുമാര ഘനാവതാദം ശ്രീവത്സ പീതവസനം സ്മിത സുന്ദരാസ്യം. കൃഷ്ണനെയാണ് കാണുന്നത്. വളരെ വേഗത്തിൽ വന്നു, ആഞ്ഞൊരു കൊത്തു വെച്ചു കൊടുത്തു. അപ്പൊ എന്തായി? കാളിയൻ കൊത്തി, പക്ഷെ അവിടെ കൃഷ്ണനെ കാണാനില്ല. ഇതേ സമയത്ത് ഗോകുലത്തിൽ അനവധി ദുർനിമിത്തങ്ങൾ ഉണ്ടായി. എന്താ ഈ ദുർനിമിത്തങ്ങൾക്ക് കാരണം എന്ന് ആലോചിച്ചു. അങ്ങനെ അന്വേഷിച്ചു വന്നപ്പോഴാണ് ബലരാമൻ അവിടെ ബാലരമയും വായിച്ചിരിക്കുന്നത്. അപ്പൊ ബലരാമൻ ഇന്ന് പോയില്ല, എന്നെ കൂടെ കൂട്ടിയില്ല, ഞാൻ ഉടനെ വരണതിന് മുമ്പ് അവരൊക്കെ പോയി. അപ്പൊ ബലരാമൻ കൂടെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ധൈര്യമുണ്ട്, അപകടമാവില്ല എന്ന് ഉറപ്പുണ്ട്. ബലരാമനെ കൊണ്ടുപോയിട്ടില്ല. അപ്പൊ ഇവരൊക്കെ കൃഷ്ണൻ എന്തോ ഒരു അപകടം പറ്റി എന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെയാണ് കൃഷ്ണന്റെ പാദം അവിടെ ഇങ്ങനെ തെളിഞ്ഞു കാണാം. വൃന്ദാവനത്തിൽ എന്നും മഹാത്മാക്കള് വൃന്ദാവനവാസികൾ പറയും, വൃന്ദാവനത്തിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ പല 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 മാറ്റങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കും. ഈ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് നടക്കുന്ന വഴിയിലൂടെ തന്നെ നാളെ നടന്നു നോക്കും, ആ വഴിയിൽ വ്യത്യാസം വരും. ചിലപ്പോൾ ഇന്ന് നടക്കുമ്പോൾ പ്രത്യേകതയൊന്നും തോന്നില്ല, നാളെ നടക്കുമ്പോൾ അതിൽ ചില മൺതരികൾ ഇങ്ങനെ തിളങ്ങി കാണും. എല്ലാ ദിവസവും എപ്പോഴും ഉണ്ടാവില്ല. ഈ എങ്ങനെയാണ് മൺതരികൾ തിളങ്ങി കാണുന്നത് എന്നാണെങ്കിൽ ശ്രീകൃഷ്ണന്റെ പാദസ്പർശമേറ്റ ഭഗവാൻ ഏത് വഴിയിലൂടെയാണോ പോയത് ആ പാദസ്പർശമേറ്റ മൺതരികളാണ് തിളങ്ങി കാണാൻ സാധിക്കുക. ഭഗവാന്റെ കാലില് ചില ചില അടയാളങ്ങളൊക്കെ ഉണ്ട് എന്ന് നമ്മൾ അനുസ്മരിച്ചിരുന്നു. അതൊക്കെ ഇങ്ങനെ അതിൽ പതിയുന്നത് കൊണ്ടാണ് അത്ര അതിങ്ങനെ തെളിഞ്ഞു കാണുന്നത്. അങ്ങനെ കൃഷ്ണന്റെ കാലടിപ്പാട് ലക്ഷ്യം വെച്ചു അതിന്റെ പിന്നാലെ അവർ പോയപ്പോഴാണ് എന്താ അവർ കാണുന്നത്? കാളിയൻ വളരെ വേഗത്തിൽ വന്ന് കൃഷ്ണനെ കൊത്തുന്നു. കാളിയൻ കൃഷ്ണനെ കൊത്തിയപ്പോഴെന്തായി? കൃഷ്ണനെ കാണാനില്ല. കൃഷ്ണൻ വെള്ളത്തിലേക്ക് അവിടെ മുങ്ങിപ്പോയി. മുങ്ങുമോരേടത്ത എന്നിട്ടോ കുറെ കഴിഞ്ഞപ്പോ മറ്റൊരേടത്തു പോയി പൊങ്ങും. അപ്പുറത്ത് പോയി പൊങ്ങണു. കാളിയൻ അങ്ങോട്ട് പോണു, കുത്തുണു. മുങ്ങുമോരേടത്ത മറ്റൊരേടത്തു പോയി പൊങ്ങും. ഇങ്ങനെ കാളിയനും കൃഷ്ണനും കൂടിയുള്ള കളിയാണ്. ഇവരൊക്കെ കൂടി ചാടി കൃഷ്ണനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ ചാടാൻ ശ്രമിക്കലേ ഉണ്ടായുള്ളൂ, ചാടാൻ പറ്റിയില്ല. കരയ്ക്ക് ഒരാൾ നിൽക്കുന്നുണ്ട്. ആരാ? ബലരാമൻ. അനന്തന്റെ അവതാരാണേ. ഒരാൾ ചാടാൻ പുറപ്പെട്ട ഇപ്പൊ കൈ നീട്ടി, ഇപ്പുറത്തെ കൂടെ ഒരാൾ ചാടാൻ പുറപ്പെട്ടു, ഇപ്പുറത്തെ കൈ നീട്ടി. അപ്പൊ അതിന്റെ അപ്പുറത്ത് കൂടെ ആരൊക്കെ ചാടാൻ പുറപ്പെടും കൈ ഇങ്ങനെ നീണ്ടു വരെ ഒരു മതില് കിട്ടിയത് പോലെ ഒരൊറ്റ ആൾക്കും എല്ലാവരും വന്നപ്പോഴാണ് കൃഷ്ണൻ
കാളിയന്റെ ഭണത്തിൽ കയറി നൃത്തം ചെയ്യാൻ ആരംഭിച്ചു. മറ്റൊരു ഭണം കൊണ്ട് കൊത്താം, ഇങ്ങനെ ഏതേത് ഭണങ്ങളെ കൊണ്ട് കൊത്താൻ നോക്കിയോ അതത് ഭണങ്ങളിൽ മാറി മാറി നൃത്തം ചെയ്തു. കാളിയൻ ചോര ഛർദ്ദിച്ചു മരിക്കുമെന്ന അവസ്ഥയായപ്പോൾ കാളിയ പത്നിമാര് ഭഗവാന്റെ അടുത്ത് സംസ്ഥാപരാധം പറഞ്ഞ് അനവധി സമ്മാനങ്ങളൊക്കെ കൊടുത്ത് പ്രാർത്ഥിച്ചു. ഭഗവാൻ കാളിയനോട് പറഞ്ഞു, കാളിയ, ഇനി നീ ഇവിടെ നിൽക്കണ്ട, നേരെ രമണകം എന്ന പേരായിട്ടുള്ള ദ്വീപിലേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞ് കാളിയനെ പറഞ്ഞയക്കണു. അപ്പൊ കാളിയൻ പറയാ, അവിടെ പോയ ഗരുഡൻ നിന്നെ ഉപദ്രവിക്കില്ലേ? ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല, ഗരുഡൻ നിന്നെ ഉപദ്രവിക്കില്ല. എന്താ കാരണം? ഇത്ര കാലം നിന്റെ സ്വഭാവം എന്തായിരുന്നു? ഗരുഡനെ കണ്ട ഇങ്ങനെയായിരുന്നില്ലേ? ഇനി ഇങ്ങനെ ചെയ്യാൻ കുഴപ്പമില്ല. ഗരുഡനെ കണ്ട ഒന്ന് തല താഴ്ത്തിയാൽ നിന്റെ ഓരോ തലയിലും ഞാൻ സീല് വെച്ചിട്ടുണ്ട്. അപ്പൊ നീ എൻ്റെ ആളാണ് എന്ന് മനസ്സിലാക്കിയ ഗരുഡൻ നിന്നെ ഉപദ്രവിക്കില്ല. അതല്ലേ വസുദേവരെ ഇന്നലെ കണ്ടില്ലേ? വസുദേവരെ ഉണ്ണിയെ ശിരസിൽ വെച്ച് വന്നു. വളരെ വേഗം ആ കാളിന്തി നദി വസുദേവരെ കൃഷ്ണനെ ശിരസിൽ വെച്ച് വരണ കണ്ട സമയത്ത് വഴി ഒരുക്കി കൊടുത്തില്ലേ? സുഖമായിട്ട് വസുദേവർക്ക് അവിടെ എത്താനും സാധിച്ചു. ഇതുപോലെയാണ് ആ കാളിന്തി ഒഴുകുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും അനവധി അനുഭവങ്ങളിൽ ഉണ്ടാവുന്നത്. ഈ കൃഷ്ണൻ അമ്പാടിയിൽ എത്തിയിട്ട് കൃഷ്ണന്റെ നേരെ ഉണ്ടായതുപോലെയുള്ള അനുഭവങ്ങളാണ് നിരന്തരം നമുക്കുണ്ടാവുന്നതല്ലേ. എന്റെ ആദ്യം വന്നത് പൂതനയായിരുന്നു. ഇന്നിപ്പോ പൂതനയുടെ അടുത്താണ് നമ്മളൊക്കെ. പൂതന എങ്ങനെയാ വന്നത്? വിഷം അല്ലാത്ത എന്തെങ്കിലും സാധനം കഴിക്കാൻ കിട്ടുന്നുണ്ടോ? ആലോചിച്ചു. അതേപോലെ കൊടുങ്കാറ്റ് വരിക, ആക്സിഡന്റ്, വണ്ടി അപകടം ഉണ്ടാവുക, ഇതൊക്കെ തന്നെയാ ശകടാസുരനായാലും തൃണാവർത്തനായാലും ഒക്കെ തന്നെയാണ് പ്രശ്നം. കൃഷ്ണന്റെ നേരെയൊക്കെ ഓരോ തവണ മാത്രമേ അത് വന്നിരുന്നുള്ളൂ എങ്കിൽ നമുക്ക് നേരെ നിരന്തരം ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതെന്തെങ്കിലും ആ ഗോകുലവാസികളെ ബാധിച്ചു. ഈ കാളിന്തി ഒഴുകുന്നത് പോലെയാണ് നമ്മുടെ നേരതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ കാളിന്തിയുടെ ഒഴുക്ക വസുദേവർക്ക് തടസ്സമായില്ല. ഇങ്ങനെയുള്ള ഓരോരോ അപകടങ്ങള് ആ ഗോകുലവാസികൾക്ക് ദുഃഖമുണ്ടാക്കിയില്ല. എന്തേ കാരണം വെച്ചാൽ മൂർധിനി ശ്രീകൃഷ്ണ ശോഭിതേ. വസുദേവരെ കണ്ടതുകൊണ്ടല്ല കാളിന്തി വഴി ഒരുക്കി കൊടുത്തത്. വസുദേവരുടെ ശിരസിൽ ആരിയ്ക്കുന്നുണ്ട്? കൃഷ്ണനുണ്ട്. മൂർധിനി ശ്രീകൃഷ്ണ ശോഭിതേ. അപ്പോ ആ സീലടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പേടിക്കാനില്ല. നമ്മളൊക്കെ നമ്മളെക്കാളും ഉയർന്ന സ്ഥാനം തന്നെ ഭഗവാന് കൊടുക്കുക. അങ്ങനെ ഭഗവത് ദാസന്മാരായിട്ടാണ് നാം ജീവിക്കുന്നതെങ്കിൽ ഒരു അപകടവും ഒരു ആപത്തും നമ്മുടെ നേരെ വരില്ല എന്നാണ് ഭാഗവതം. അങ്ങനെ ഈ കാളിയനെ നേരെ രമണകം എന്ന പേരായിട്ടുള്ള ദ്വീപിലേക്ക് ഭഗവാൻ പറഞ്ഞയച്ചു. ഇന്ന രംഗം അനുസ്മരിച്ചു. അപ്പോ എന്താ ഈ പറഞ്ഞു വരണേ ചോദിച്ചാൽ, ഇന്നും വൃന്ദാവനത്തിൽ പോയാൽ അന്ന് കൃഷ്ണൻ കയറിയ വൃക്ഷം ഇന്നും നമുക്ക് കാണാനായി സാധിക്കും. ഏത് 5000 ചില്ലുവാനും കൊല്ലം മുമ്പ് അതേ മരം തന്നെ. എന്നിട്ട് അവിടെ പോയി നോക്കും. വെറുതെ പറ്റിക്കേട്ടോ, ഇതുവരെയുള്ള വണ്ടിക്കൂലി വെറുതെ പോയി, 2 ദിവസം വെറുതെ പോയി ട്രെയിനിൽ ഇരുന്നിട്ട്. എന്താ ഈ മരം കണ്ട സാമാന്യക്കാർക്ക് അറിഞ്ഞുകൂടെ? 5000 കൊല്ലം പഴക്കമൊന്നുമില്ല അതിന്. 5000 കൊല്ലം പഴക്കം നമുക്ക് തോന്നില്ല. അതെന്താണെന്നറിയോ? അത് വേറൊന്നുമല്ല, പണ്ട് ഗരുഡൻ അമൃത കുംഭം കൊണ്ടുപോകുമ്പോഴേ ഈ മരത്തിന്റെ മുകളിൽ വെക്കുകയുണ്ടായി. എന്നിട്ട് ആ കാളിന്തിയിലെ മത്സ്യത്തിനെ കുത്തി തിന്നു. അപ്പോഴാണ് അവിടെ തപസ് ചെയ്യുന്ന സൗഭരി ശപിച്ചു, ഇനി നീ ഇവിടെ വന്നാൽ നിന്റെ തല പൊട്ടിത്തെറിക്കും. കിട്ടാനുള്ളത് കിട്ടിയപ്പോ ഗരുഡനോടൊന്ന് പോയി ആ അമൃത കുംഭം എടുത്തു പോയി. അങ്ങനെ പോകുന്നതിനിടയ്ക്ക് ഒരു തുള്ളി അമൃത് ആ മരത്തിൽ വീണു. ഈ അമൃതിന്റെ പ്രത്യേകത എന്താ? ഇത് കുടിച്ചവർക്ക് ജരാനരയില്ല, എന്നും യൗവനയുക്തരായിട്ട് നിൽക്കാൻ സാധിക്കും. ആ ഒരു തുള്ളി അമൃത് വീണത് കൊണ്ടാണ് ആ മരം യൗവനത്തോടുകൂടി ഇന്നും അവിടെ നിൽക്കുന്നത്. ആ ഗരുഡനെ പേടിയുള്ളത് കൊണ്ടാണ് എന്താ കാളിയൻ ഇവിടെ വന്ന് കഴിഞ്ഞുകൂടിയത്. ഗരുഡൻ കൊണ്ട് വരിഞ്ഞല്ലോ നിരീക്ഷിച്ചിട്ടാണ് കാളിയൻ ഇവിടെ വന്ന് കഴിഞ്ഞുകൂടിയത്. അപ്പൊ നോക്കൂ, ആ കാളിയന് കിട്ടിയൊരു മഹാഭാഗ്യം. കാളിയൻ ഗരുഡനെ വെല്ലുവിളിച്ചവനാണ്. ഭഗവാന്റെ വാഹനം ആ ഗരുഡനെ വെല്ലുവിളിച്ചവനാണ്. പിന്നെ ആ കാളിന്തി പുഴയുടെ മുകളിലൂടെ പറന്നു പോകുന്ന അനവധി പക്ഷികളൊക്കെ ഈ വിഷജ്വാലയേറ്റ് അതിൽ പെടഞ്ഞു വീണ് ചാവുക ഉണ്ടായിട്ടുള്ളത്. വെള്ളത്തെ മലിനമാക്കിയവനാണ് കാളിയൻ. ഇങ്ങനെ എത്ര തെറ്റുകൾ ചെയ്ത ആളാണ് കാളിയൻ. പക്ഷെ ആ അഹങ്കാരത്തിന്റെ പ്രതിരൂപം അതാണ് കാളിയൻ എന്ന് പറഞ്ഞാൽ. അതും അഹങ്കാരം തന്നെയാണ്. ഈ അഹങ്കാരത്തിന്റെ പ്രതിരൂപമായിട്ടുള്ള കാളിയന് കിട്ടിയ സമ്മാനം നോക്കൂ. ഓരോ തലയിലും ഭഗവാൻ സീല് വെച്ചു കൊടുത്തു. ഇത്രയും അഹങ്കാരിയായിട്ടുള്ള ഒരാൾക്ക് പോലും ഭഗവാന്റെ പാദചിഹ്നം ശിരസിൽ ഏറ്റുവാങ്ങാൻ സാധിച്ചുവെങ്കിൽ എങ്ങനെയാ അയാൾക്കത് പറ്റിയത്? കാരണം വേറൊന്നുമില്ല, അയാൾ എത്തിപ്പെട്ടത് വൃന്ദാവനത്തിലേക്കാണ്. അതും ആ വൃന്ദാവന ഭൂമിയുടെ മഹിമയായിട്ട് മഹാത്മാക്കൾ അനുസ്മരിക്കുന്നു.
ഇങ്ങനെ കാളിയനെ ശിക്ഷിച്ച ലീലകളാടുന്ന ഭഗവാൻ. ഇനി അടുത്ത ഒരു ഇതിൽ കാണാം, എന്താ, ഭഗവാൻ കൂട്ടുകാരോടും ഏട്ടനോടൊപ്പം നടക്കുമ്പോൾ മരങ്ങളെ പ്രശംസിക്കുന്ന രംഗം കാണാം. ഇതൊക്കെ തന്നെയാണ് രാമായണത്തിലെ. രാമൻ കാട്ടിലൂടെ പോയി, പിന്നെ രാമൻ ജലത്തിനെ രക്ഷിക്കുന്ന രംഗമൊക്കെ വാൽമീകി രാമായണത്തിൽ വളരെ ഭംഗിയായി പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നാം ജീവിക്കുന്ന പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം കൂടി നമ്മിലുണ്ട്. നമ്മുടെ നിലനിൽപ്പ് വേണ്ടതുപോലെ ആവണമെങ്കിൽ തെളിഞ്ഞ ജലാശയം വേണം, ധാരാളം മരങ്ങൾ വേണം. അതിൽ നിന്നൊക്കെ അനവധി കാര്യങ്ങൾ നാം പഠിക്കണം, അവരെ പോലെ ആയിത്തീരണം. ഇതൊക്കെയാണ് രാമനായിട്ടും കൃഷ്ണനായിട്ടും ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത് രാമായണത്തിലും ഭാഗവതത്തിലും. അതുകൊണ്ടൊക്കെയാണ് കലികാലത്ത് ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയുമാണ് സേവിക്കേണ്ടത് എന്ന് ഇനി ഏകാദശത്തിൽ ഭാഗവതം പറയാൻ കാരണം ഈ ലീലകളാണ് കാരണം. അങ്ങനെ ഉള്ള ഭഗവാന്റെ ഏട്ടനോടും കൂട്ടുകാരോടും കൂടിയിട്ടുള്ള ഓരോരോ ലീലകൾ പറഞ്ഞ് പിന്നീട് വേണുഗാനത്തിലേക്കും ഗോപികമാരുടെ കാത്യായനി പൂജയിലേക്കും ഗോവർദ്ധന ഉദ്ധാരണത്തിലേക്കും